യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം. ന തസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമല്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് പ്രതിമല്ലേ? നിങ്ങൾ എന്തിനാ പ്രതിമ ഉണ്ടാക്കിയത്? നിങ്ങൾ എന്തിനാ പ്രതിമ ഉണ്ടാക്കിയത്? യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തം ഉപാസതേ യശ്രോത്രേണ നശ്നോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തം ഉപാസതേ. കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോക. നീ ബിംബത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നുവല്ലേ, അത് സാക്ഷാൽ ദൈവമല്ല. ആ ദൈവം നിന്റെ കാഴ്ച ശക്തി നൽകിയ ദൈവല്ലേ, ആ ദൈവമല്ല ഇത്. ഏതൊന്നിന് നീ നിന്റെ കാതുകൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നില്ലയോ അതിനെയാണ് നീ ബ്രഹ്മം. ലാ തുദ്രികുഹുൽ അബ്സാറു വഹു യുദ്രികുൽ അബ്സാർ. 6-ാം അധ്യായം 193-ാമത്തെ വചന. ദൈവത്തെ കാണാൻ കഴിയില്ല, കാണുന്ന ബിംബങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ വെച്ച്. അപ്പൊ ഹൈന്ദവ വിശ്വാസ പ്രകാരം ബിംബം പാടില്ല. ഇനി ക്രൈസ്തവ വിശ്വാസോ, മിസ്രീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ ദൈവം. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. അവിടെയൊക്കെ ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവും. അവിടെ പോയിട്ട് ഒരു ബൈബിൾ എടുത്തു കൊണ്ടുപോവാ. ആ ബൈബിളിലെ വാചക. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ പുസ്തകം. ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരുടെ രൂപമുണ്ടാക്കരുത്, ആഴിയിലെ മത്സ്യങ്ങളുടെ രൂപമുണ്ടാക്കരുത്, പറവകളുടെ രൂപമുണ്ടാക്കരുത്, സ്ത്രീ പുരുഷന്മാരുടെ രൂപമുണ്ടാക്കരുത്. എന്നിട്ടല്ലേ കന്യാമറിയമിന്റെ പ്രതിമ, എന്നിട്ടല്ലേ യേശുക്രിസ്തുവിന്റെ പ്രതിമ. ഒറീസയില് യേശുവിന്റെ പ്രതിമ നശിപ്പിച്ചു. ഹൈന്ദവരും ക്രൈസ്തവരും ഏറ്റുമുട്ടി. ആകാശത്തിന്റെ ചുവട്ടിൽ യുക്തിവാദി നീ നിന്റെ മനസ്സു തുറക്ക്, നിരീശ്വരവാദി നീ നിന്റെ മനസ്സു തുറക്ക്, സംഘപരിവാരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സു തുറക്ക്, കാസാക്കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സു തുറക്ക്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മീതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോ? മുഹമ്മദ് നബിയുടെ പ്രതിമ നശിപ്പിച്ചിട്ട് അതിന്റെ പേരിൽ ഒരു ഹിന്ദുവിനെ, അതിന്റെ പേരിൽ ഒരു ക്രിസ്ത്യാനിയെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട്? ഹൈന്ദവ വേദത്തിൽ ബിംബം പാടില്ല. സ്വാമി ദയാനന്ദ സരസ്വതി ബിംബാരാധന വിഡ്ഢികളുടെ, അറിവില്ലാത്തവരുടെ പണിയാണെന്ന് പറയുന്നു. മുസ്ലിങ്ങൾ മാത്രം അത് സ്വീകരിച്ചു. മുസ്ലിങ്ങൾ ബിംബം വെച്ചില്ല. നിങ്ങളൊക്കെ അത് വെച്ചു. വെക്കരുത് എന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്തു. മൂത്രയിച്ച കഴുകണമെന്ന് പറഞ്ഞു, നിങ്ങൾ കഴുകിയില്ല. ഞങ്ങളത് പ്രാവർത്തികമാക്കി. അപ്പൊ വേദസംഹിതകളുടെ ന്യായികളാരാ? മുസ്ലിങ്ങളാണ്. കാരണം അള്ള പറയുന്ന ഒരു കാര്യമുണ്ട്, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. 41-ാം അധ്യായം 33-ാമത്തെ വചന. ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പറയാന്ന്, അതിനുള്ള ചങ്കൂറ്റം നേടുകയെന്ന്. കാരണം ലോകവേദത്തിലുള്ളത് നടപ്പാക്കിയ നമ്മളാ. യേശുക്രിസ്തു 8-ാം നാള് പരിച്ഛേദനമേറ്റു. പരിച്ഛേദനം ചേലാകർമ്മം. അഗ്രഭാഗത്തിന്റെ അറ്റം കട്ട് ചെയ്തു, മൂവബിളായ സ്കിൻ. എന്താ ക്രിസ്ത്യാനികളെ ചെയ്യാത്ത? ഹൈന്ദവ ഗ്രന്ഥം പരിശോധിക്ക്. സ്ത്രീകളുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് സ്ത്രീ വയലാണ് എന്നാ മനുസ്മൃതിയിൽ പറയുന്നത്. സ്ത്രീ വയലാണ്, പുരുഷൻ വിത്താണ്. എന്താ ആരിഫ് ഹുസൈൻ ഇതുവരെ കാണാതിരുന്നത്? സ്ത്രീ കൃഷിയിടമാണ് എന്ന് മനുസ്മൃതിയിൽ എന്താ ഇന്ന് വരെ ഇവരാരും കാണാതിരുന്ന്? പഠിക്കില്ല, പഠിക്കാൻ തയ്യാറല്ല, വായിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാരോടും, എന്റെ പ്രസംഗമല്ല, ഇവിടെ നടന്ന ഓരോ പ്രസംഗവും ഹാരിസിന്റെ കട്ടക്ക് കെട്ട അന്നത്തെ പുതിയ തലമുറ നെഞ്ചിലേറ്റേണ്ട പ്രസംഗമായിരുന്നു അത്. അള്ളാഹുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സലഫിയത്തിലെ ഏറ്റവും ഗൗരവമേറിയ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത്, അതുപോലെ അള്ളാഹുവിന്റെ ദാത്ത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ
നമ്മുടെ വീക്ഷണം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. സഹോദര, ഖുർആൻ നമ്മെ വിളിക്കുന്നു സ്വർഗത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ സ്വർഗത്തിലേക്ക്. മുജാഹിദുകളൊക്കെ കേട്ടൊരു പാട്ടാ. ഖുർആൻ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. അപ്പൊ ചോദിക്കും, ബാലൻ ചോദിക്കും, ഏത് സ്വർഗം? ഏലിയാമ്മ ചോദിക്കും, ഏത് സ്വർഗം? നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു സ്വർഗം പറഞ്ഞിട്ടുണ്ട്, പൂർവ്വവേദങ്ങളിൽ ഒരു സ്വർഗം പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി 2ാം വോള്യം ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാണ്, ആദ്യകാലത്ത് വേദങ്ങളുടെ കാലത്ത് അന്ന് നരകസ്വർഗങ്ങളെ കുറിച്ച് വർത്താനം. പുനർജന്മം പിന്നുണ്ടായതാ. പുനർജന്മം എന്നാ ഉണ്ടായത്? തദേഹ രമണീയാം ശരണേ അഭ്യാസേ ഹയദേ രമണീയാം യോനി. അപ്പൊ ദേവരൻ ബ്രാഹ്മണ യോനി, വസുകര യോനി, ചണ്ടാല യോനി. പറയുന്നതറിയോ? ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാ എല്ലാരും. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കൾ. വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, നഷ്ടമാണ് നിങ്ങൾക്ക്. ലോകത്തൊരു കോടി ഗ്രന്ഥം വായിച്ചാലും നിങ്ങൾ അറിവ് നേടിയിട്ടില്ല ഖുർആൻ വായിക്കാത്ത കാലത്തോളം. ആഹാ, എന്താ ഖുർആന്റെ പ്രത്യേകത? ഖുർആൻ മാനവരാശിയോട് സംസാരിക്കുന്നു. ഖുർആന്റെ വിളി എന്താ? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. എങ്ങനെ? അല്ലയോ മനുഷ്യരെ. ഖുർആന്റെ തുടക്കം എന്താ? വിശുദ്ധ ഖുർആന്റെ തുടക്കം എന്താ? ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 ഉപനിഷത്തുക്കൾ, ഈശാവാസുപനിഷത്ത്, ബൃഹദാരണ്യപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, എക്സെട്ര, തെൽമൂദ്, സന്നവസ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഒടുവിലത്തെ ഗ്രന്ഥം. ഇത് പഴയ നിയമം, പുതിയ നിയമം, ഒടുവിലത്തെ ഗ്രന്ഥം. ഖുർആൻ ഒടുവിലത്തെ ഗ്രന്ഥമാണ്. ആ ഖുർആൻ ആദ്യമായി പറയുന്നത് എന്താ? ഞാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട്, എന്റെ പ്രസംഗം കേൾക്കുന്ന വിശ്വാസികളോട്, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മാതൃഭാഷയിൽ ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരോട്, നിസ്കരിക്കൂ എന്ന് ഖുർആൻ ആദ്യം പറഞ്ഞില്ല, നോമ്പ് നോൽക്കൂ എന്ന് പറഞ്ഞില്ല, വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞില്ല, ഹജ്ജിന് പോകുമെന്ന് പറഞ്ഞില്ല. മറിച്ച് ഖുർആനിന്റെ തുടക്കം അറിവില്ലാത്ത അറേബ്യൻ ജനതയിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ നെഹ്റു പറയുന്ന ഒരു വാക്കുണ്ട്, ഖുർആൻ സൃഷ്ടിച്ച അത്ഭുതം, ദ മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, അത്ഭുതങ്ങളുടെ അത്ഭുതം. 23 കൊല്ലം കൊണ്ട് ചരിത്രത്തിൽ ഭൂചണ്ഡഗിരിയിൽ നിന്നൊരു ജനത, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടിയ ഒരു ജനത, ആ ഊശ്വരഭൂമിയിൽ ഊശ്വര ഹൃദയം പേറിയ ജനത 4 നൂറ്റാണ്ട് കൊണ്ട് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു എന്നാണ് The 100 by Michael Lachart. The 100 by Michael Lachart, chapter 1, Prophet Muhammad, the most complete historical personality. Muhammad Nabi sallallahu alaihi wasallam. നെഹ്റു പറയാണ്, അറേബ്യ കോളനി വൽക്കരണത്തിന് വിധേയമായില്ല അറബ് ജനത. പക്ഷെ പ്രവാചകനാരാ? എഴുത്തറിയില്ല, വായന അറിയില്ല. ഗബ്രിയേൽ, ജിബ്രീൽ ഇറാ ഗുഹയിൽ വന്ന് അണച്ചു ചേർത്ത് ഒന്ന് പറഞ്ഞു, ഇഖ്റ, വായിക്ക് മുഹമ്മദേ. ഏയ്, എന്നോടോ നിങ്ങളോടോ ഒരാൾ വന്നു ഒരു പുസ്തകം തന്നു വായിക്കാൻ പറഞ്ഞാൽ സങ്കോചമില്ലാതെ നമ്മൾ വായിക്കും. കാരണം നമ്മുടെ ഒപ്പം നമ്മളെ പള്ളിക്കൂടത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓമനാ 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 മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. നോക്കൂ, ബാപ്പ ഉണ്ടായിരുന്നില്ല, ആ നെഞ്ചിന്റെ ചൂടേറ്റ് വളർന്നില്ല. ആമിന ബീവി ഉമ്മ 6 വർഷം കൊണ്ട് മരിച്ചു പിരിഞ്ഞു. പൂർണ്ണമായ അനാഥത്വം, അക്ഷരജ്ഞാനമില്ല. ചരിത്രത്തിന് ജീവിച്ചൊരു മനുഷ്യൻ, എഴുത്തും വായന അറിയില്ല. ഇറാ ഗുഹയിൽ എങ്ങനെ ഇരിക്കുകയാണ്. ഇഖ്റ, വായിക്കൂ നബിയേ. ആ മഹാനബിക്കാരൻ വായിക്കാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. നമ്മുടെ ദൂതൻ, ലോകത്തിന്റെ ദൂതൻ, വിശ്വത്തിന്റെ അധ്യാപകൻ,
മാനവികതയുടെ വിമോചകൻ, അക്ഷരക്കൂട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച വിശ്വാചാര്യൻ, എഴുത്തറിയാനിട്ടും വായിക്കാനിട്ടും അനേക ഗ്രന്ഥത്താളുകളുടെ ഡെപ്തുള്ള നോജലുകൾ സെക്കൻഡ് കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച ലോകഗുരു, 10 മിനിറ്റ് കൊണ്ട് ലോക ചരിത്രത്തിലെ മാഗ്നാകാർട്ട പ്രഖ്യാപിച്ച വിശ്വാചാര്യൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ, ഖുർആന്റെ 21-ാം അധ്യായം 107-ാമത്തെ വചനം. ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ദൂതൻ, കരുണാവാൻ നബി, മണിമുക്തി രക്തമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ വിശ്വത്തിന്റെ അധ്യാപകൻ ജിബ്രീലിനോട് പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാറില്ല. വീണ്ടും വീണ്ടും അണച്ചുകൂട്ടി. സ്റ്റേജിലിരിക്കുന്നവരോട്, സദസ്സിലിരിക്കുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ളുഹർ ഖളായി പോയാൽ ഉണ്ടോ? റിയാസ്ക്കൊക്കെ ദുഃഖമുണ്ടോ? ളുഹർ ഖളായാൽ? ഒരു ദിവസം ഖുർആൻ വായിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ദുഃഖിക്കാറുണ്ടോ? സത്യം പറയോ? ളുഹർ ഖളാ ആയാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. ഒരു ഫർള് നോമ്പ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. ഒരു ദിവസം വായിച്ചില്ലെങ്കിലോ? ഇനി ഞാൻ പറയണ മുസ്ലിങ്ങൾ ചോദിച്ചോളി, വിശുദ്ധ ഖുർആൻ എന്താ പറയാറിയോ? നിസ്കാരത്തിന് മുമ്പ് വായിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. ഓഹോ, അങ്ങനെ ആയത്തുണ്ടോ? ആയത്തുണ്ട്. വായിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. ആ, വായിച്ചിട്ട് നിസ്കരിച്ചാൽ മതി, വായിക്കാണ്ട് നിസ്കരിക്കണ്ട. വായന, പിന്നെ നിസ്കാരം, പിന്നെ സദഖ. അതാ ഇസ്ലാമിന്റെ കച്ചവടം. സൂറത്തു ഫാത്തിർ 35-ാം അധ്യായം 29-ാമത്തെ വചനം. മൊബൈൽ എടുത്തു നോക്കിക്കോ. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. എല്ലാ ദിവസവും ആദ്യം ഖുർആൻ വായിക്കുകയും പിന്നെ നമസ്കരിക്കുകയും പിന്നെ ഞാൻ നൽകിയതിൽ നിന്ന് ദാനം നൽകുകയും ചെയ്തവർ തിജാറത്തുൽ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടത്തിലാണ്. ക്വാളിറ്റി കീപ്പ് ചെയ്തോ, എന്നും വായിക്കുക. ലോക എം.എൻ. റോയ്, ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട പ്രൊഫസർ എം.എൻ. റോയ് എഴുതിയൊരു വാചകമുണ്ട്. എം.എൻ. റോയ് പറയുന്നത്, തേനീച്ചകൾ തേൻ തേടി അലയുന്ന പോലെ, കേട്ടോളിട്ടോ, 1/2 ലിറ്റർ തേൻ. ഇത് തേന, ഇഞ്ചിയും തേനും ഇഞ്ചിയും രണ്ടും ഔഷധ. 1/2 ലിറ്റർ തേൻ ഉണ്ടാകണമെങ്കിൽ 40 ദശലക്ഷം പുഷ്പങ്ങളെ തേനീച്ച സമീപിക്കണം. 1/2 ലിറ്റർ തേൻ ഉണ്ടാകണമെങ്കിൽ 40 ദശലക്ഷം പുഷ്പങ്ങളെ തേനീച്ച സ്വീകരിക്കണം. മടുപ്പില്ലാതെ തേനീച്ചകൾ അത് ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ തേൻ ഉണ്ടാവുന്നത്. ഇതുപോലെയായിരുന്നു മുസ്ലിങ്ങൾ. എം.എൻ. റോയ് പറഞ്ഞ വാക്കാണ്, ഇതുപോലെയായിരുന്നു മുസ്ലിങ്ങൾ. എന്താ കാരണം? അറിവ് എവിടെയുണ്ടോ അതവർ തേടുമായിരുന്നു. കാരണം അവരുടെ ഗ്രന്ഥം അമ്പലത്തിൽ ഭജനമിരിക്കാനല്ല പറഞ്ഞത്, പള്ളിയിൽ തസ്ബീഹ്മാല ചെല്ലാനല്ല പറഞ്ഞത്, വായിക്കീ എന്നാ പറഞ്ഞത്. വായിച്ചാലേ. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് എന്ത് പറഞ്ഞേ? കുഞ്ഞുണ്ണി മാഷ് ഖുർആൻ വായിച്ചിട്ട് പറഞ്ഞതാ, വായിച്ചാൽ വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അത് ഖുർആൻ പഠിച്ചിട്ട് പറഞ്ഞ കുഞ്ഞുണ്ണി മാള ആശ ചെറിയ ആളായിരുന്നു. വായിക്കണം വിശുദ്ധ ഖുർആൻ. 39-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത് അറിയോ? കുൽ, 10-ാമത്തെ വചനം, കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമാവോ? അറിവുള്ള ആള് അറിവില്ലാത്തവനും സമാവോ? ആവോ? ആവൂല. അറിവുള്ളവരെ പദവി ഉയർത്തി, ഈമാനുള്ളവർക്ക് പദവി. 11-ാം അധ്യായം സൂറത്ത് മുജാദല, 58-ാം അധ്യായം സൂറത്ത് മുജാദല 11-ാമത്തെ വചനം. പൂന്താനം, ഭക്തകവി പൂന്താനം, കേരളത്തിന്റെ മഹാകവി ഭക്തകവി പൂന്താനം, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ. നമുക്ക് അറിവില്ല, അത് നമ്മൾ ആദ്യം അംഗീകരിക്കുക. പഠിച്ചില്ല. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, അഹങ്കാരാണ് കരുതരുത്. ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാള് ഓനെ തോൽപ്പിക്കാൻ ഒരു സയന്റിസ്റ്റിനും സാധ്യമല്ല. ലോകത്ത് ഒരു വിജ്ഞാനിക്കും
ഖുർആൻ ഡബ്തിൽ പഠിച്ചൊരുത്തന്റെ മുമ്പിൽ ജ്ഞാനം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. 69 ശാസ്ത്രശാഖ ടച്ച് ചെയ്ത് കടന്നുപോയ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ സയൻസ് പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല. 69 ഒന്നും തെറ്റിയിട്ടില്ല. ഈ നിമിഷം വരെ, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഖുർആൻ പറഞ്ഞ സയൻസ് ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഇനി ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. ആഹാ, അവ ഏത് സ്വർഗം? ഭഗവത്ഗീത 18 അധ്യായം, അതായത് മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ 25 to 42 വരെയുള്ള 18 അധ്യായം. ഈ 18 അധ്യായം 3 കാണ്ഡങ്ങളായി: ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, വിജ്ഞാനകാന്ഡം. 6, 3, 6, 18. 6 അധ്യായമുള്ള ഒരു കാണ്ഡം, സെക്കൻഡ് കാണ്ഡം, തേർഡ്. ഇതില് ഭഗവത്ഗീതയിൽ പറയാൻ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം ഒരു വല്ലാത്ത നിമിഷ. മഹാഭാരത യുദ്ധം നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളി, നഷ്ടാവില്ല, ഉറപ്പിച്ചോ. ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾക്ക് ഉറങ്ങാതെ കിടക്കാം, ചിന്ത ഉള്ളവരാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഉറങ്ങിപ്പോ, ഒരു രക്ഷയില്ല. പല രാത്രികളും വായിച്ചിട്ട് അത്ഭുതപ്പെട്ട് ഉറങ്ങാതെ പോകാറുണ്ട്. വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു. ഈ സമുദായം ഇത് പഠിക്കണില്ലല്ലോ, നമ്മൾ ഒന്നാണല്ലോ, ഹിന്ദു മുസ്ലിം തമ്മിൽ തല്ലേണ്ടവനല്ലല്ലോ, ഒരു അച്ഛന്റെ അമ്മയുടെയും മക്കളാണല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട്. കാരണം ഖുർആൻ പറയാണ്, കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു. ആദാമിന്റെയും നോഹ പ്രവാചകന്റെയും ഇടയിൽ 10 തലമുറ. അവിടെ ബിംബല്ല, കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറുകളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൾത്താരകളും മലക്കുകളും ജിന്നുകളും അമ്പിയാക്കളും ഔലിയാക്കളും പക്ഷിയും മൃഗങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒന്നും അന്ന് ആരാധിക്കപ്പെട്ടില്ല. ആദം ഹവ്വ ദമ്പതികൾക്ക് ശേഷം പേടകത്തിന്റെ പ്രവാചകൻ, ബൈബിൾ പറയുന്ന പേടകത്തിന്റെ പ്രവാചകൻ, നോഹ പ്രവാചകൻ വരെ ഒറ്റ ദൈവം. അന്ന് 3 ദൈവവിശ്വാസമല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒന്നുമില്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ അങ്ങനെ ഒരു പരാമർശം തന്നെയില്ല. ന്യൂ ടെസ്റ്റമെന്റിൽ അത്രയുമില്ല. പിന്നെ നമ്മളെ വ്യാഖ്യാനം നമ്മളങ്ങനെ, നമ്മുടെ ഇഷ്ടം ദൈവത്തിന് അടിച്ചേൽപ്പിക്കുക, പള്ളിയിലച്ഛന്റെ ഇഷ്ടം ബൈബിളിന് അടിച്ചേൽപ്പിക്കുക, ബൈബിളിന്റെ ഇഷ്ടം നടപ്പാക്കുകയല്ല. നല്ലൊരു പോയിന്റാ പറഞ്ഞത്. ബൈബിളിൽ ഉള്ളത് നടപ്പാക്കുകയല്ല, തന്നിലുള്ളത് ബൈബിളിൽ നടപ്പാക്കുക, തന്നിലുള്ളത് ഖുർആനിൽ നടപ്പാക്കുക. മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്നതാ. അവരുടെ മനസ്സിന്റെ ജീർണതയാണ് ഖുർആൻ എന്ന് പറയാ. ഖുർആനിലേക്ക് അങ്ങോട്ട് പോവല്ല, പ്രവാചകനിലേക്ക് അങ്ങോട്ട് പോവല്ല. ജമാഅത്തെ ഇസ്ലാമിയായാലും ആരായാലും ഏത് സംഘടനയുടെ അവസ്ഥ ഇതാണ്. മറിച്ച് ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹു റസൂലും പറഞ്ഞു. ഞങ്ങളിവിടെ കുറച്ചു കാലമായി, ഒരു നൂറ്റാണ്ടിന്റെ ആദർശം ഞങ്ങളുടെ കൂടെയുണ്ട്. സംഘടനാ പാരമ്പര്യം 13 വർഷം. പക്ഷെ നിങ്ങളൊന്ന് വീക്ഷിച്ചു നോക്കിയേ, ഞങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്തറിയോ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ചെരുപ്പ് അതുപോലെയാണ് വിസ്തം. വിസ്തത്തിന്റെ പ്രത്യേകത, ഞങ്ങൾ ബുഖാരി എന്ന് കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് വർത്താനല്ല. AP സുന്നികളുടെ ഒരു വാദം ബുഖാരിയിലുണ്ട് എങ്കിൽ, അതാണ് സത്യമെങ്കിൽ, ഞങ്ങൾ APന്റെ ഷോൾഡറിൽ കൈയിട്ടങ്ങ് നടക്കും. അന്ന് നിമിഷം മുതൽ ശരിക്കും ആലോചിക്കാനാ പറയുന്നത്. ഖുർആനിലുണ്ട്, ഞങ്ങൾക്ക് അത് മതി. കാരണം വിശുദ്ധ ഖുർആനിൽ പ്രത്യേകതയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ് വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സൻ തഅ്വീല. 4-ാം അധ്യായം സൂറത്ത് നിസാ 59-ാമത്തെ വചനം. ജീവിതത്തിൽ ഇത് കേൾക്കാത്തവരുണ്ട്. ജീവിതത്തിൽ ഈ വചനം കേൾക്കാത്ത മുസ്ലിങ്ങൾ. എന്നിട്ടും എന്റെ മയ്യത്ത് നമ്മൾ സ്കെച്ചിട്ടുണ്ട്, നമ്മൾ ഹജ്ജിനും പോയിട്ടുണ്ട്. ഇത് കേൾക്കാത്ത ഉസ്താദുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഈ ആയത്ത് പഠിക്കാത്ത ആളുകളുണ്ട്. സൂറത്ത് നിസായിൽ 59 പഠിക്കാത്ത പണ്ഡിതനുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാ. എന്താ ഈ ആയത്ത്? എന്താ യാ അയ്യുഹല്ലദീന ആമനൂ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം. പിന്നെ നിങ്ങളുടെ ടോപ്പ് ലീഡേഴ്സ് ഇല്ലേ, നിങ്ങളുടെ സംഘത്തെ നയിക്കുന്ന, നിങ്ങളുടെ ഉമ്മത്തിനെ നയിക്കുന്ന ലീഡേഴ്സ്, അവരെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് ഖുർആൻ പറയാണ്, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അവിടെ ഉലുൽ അംറിനെ കട്ട് ചെയ്തു.
അനുസരണം പറഞ്ഞപ്പോ ഉലുൽ അംറയും കൂടെ ചേർത്ത് പറഞ്ഞു. അള്ളാഹനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെ അനുസരിക്കണം. പിന്നെയോ മതപരമായ അഭിപ്രായം ഉണ്ടായാൽ നിങ്ങളെ നേതാക്കന്മാരെ നിങ്ങൾ മാറ്റിവെച്ചോ. നേതാവ് പോലും ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധിക്കണം. ഇൻകുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കണം. വൈദ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി. ചേകന്നൂർ മൂലനെ കേട്ടവരൊക്കെ ഒന്ന് കൈബന്ധിച്ചേ, ഒന്ന് ബന്ധിച്ചേ. കൈക്കൊക്കെ ഒരു ഉഷാർ കിട്ടട്ടെ. കേട്ടാ, ഈ ചേകന്നൂർ മൂലന്റെ പ്രശ്നം എന്തായിരുന്നു? ജാമിയ നദവിയ മുജാഹിദുകളുടെ സ്ഥാപന, അവിടുത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഹദീസ് നിഷേധിയായി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പണ്ഡിതന്മാർ തന്നെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. AP അബ്ദുൽ ഖാദർ മൗലവി വണ്ടൂര് 2 ദിവസം മെമ്മറിയാണേ. ഈ ചേകന്നൂർ മൗലവിന്റെ പ്രശ്നം എന്തായിരുന്നു? ചേകന്നൂർ മൗലവി ഖുർആൻ അംഗീകരിക്കാത്ത ആളായിരുന്നു. അങ്ങനല്ലേ ഉസ്താദെ, ഹദീസ് വേണ്ട ഖുർആൻ മതി അല്ല. അതാണ് നിങ്ങൾക്ക് തെറ്റിയ ഏറ്റവും വലിയ തെറ്റ്. തിരുത്തിക്കൊള്ളി. ചേകന്നൂർ ഖുർആൻ നിഷേധിയായി. ഹദീസ് നിഷേധിക്കുന്നവൻ ഖുർആൻ നിഷേധിയാണെന്ന് ഖുർആൻ പറയുന്നു. അതെവിടെയുള്ളത്? അവിടെ ഉള്ളത് കേട്ടോളി. അല്ലാഹ് എന്താ പറഞ്ഞത്? വൈദ ഖീല ലഹും, പറയപ്പെട്ടാൽ, അതായത് തളി എന്ന് പറഞ്ഞ തൃശൂർ മണ്ഡല സമ്മേളനത്തിൽ ഞങ്ങളോട് പറയണെന്ത്? താലോ, എന്ത്? വരൂ, തളിയിലെ മനുഷ്യന്മാരെ വരൂ, ഈ കസേലയിൽ ഇരിക്കൂ. എന്നിട്ടോ ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതിലേക്ക് വരൂ. അല്ലാഹ് ഇറക്കിയത് എന്താ? ഏതാ? ഖുർആൻ അല്ലേ? അവിടെ നിർത്തിയോ ഖുർആൻ? അവിടെ നിർത്തിയോ? ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി, ഖുർആനിലേക്ക് വരൂ. അതിലെല്ലാം ഉണ്ട്. പിന്നെന്തിനാ റസൂലിലേക്ക് വരൂ എന്ന് പറഞ്ഞ്? അല്ലാഹ് അവതരിപ്പിച്ച റസൂൽ. അപ്പൊ നാട്ടുകാർ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് അങ്കടി മുഗർ അവിടെ വന്നിട്ട് ഒരു സക്കാഫിയും ഒരു ദാരിമിയും, അബൂബക്കർ ദാരിമി MT, രണ്ടാളും എനിക്ക് മറുപടി അറിഞ്ഞു. അപ്പോൾ പറയാണ്, ആ ഖുർആന്റെ വചനത്തിൽ എന്തറിയോ? അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് റസൂലിലേക്കും വരൂ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ ഉപ്പ ഹദ്ദാദ് കഴിച്ച ആളാണ്, റാത്തീബ് കഴിച്ച ആളാണ്, മൊയ്തീൻ മാല പാടിയ ആളാണ്. അതിന് മമ്പാട്ടുകാരൻ വന്ന് മറുപടി പറഞ്ഞ എന്തറിയോ? മൊഹിദീൻ മാല ചെല്ലിയ ഉമ്മാന്റെ പ്രഥമ ചര്യ. അപ്പൊ ഓന് ചര്യ തുടങ്ങണന്നെ എവിടുന്നാണ്? 9-ാം നൂറ്റാണ്ടിലാ. നബി മരിച്ചതോ? നിങ്ങൾ ആലോചിച്ചു, അള്ളാന്റെ റസൂല് വഫാത്തായിട്ട്. നിങ്ങൾ 3, 4, 5, 6, 7, 8, 9. 9-ാം നൂറ്റാണ്ടിലാണ് മൊഹിദീൻ മാല. അതാണ് അത്ര ദീനിന്റെ അസില്. ഖുർആൻ മൊയ്തീൻ മാല തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ്. ആര്? മുസ്തഫൽ ഫൈസി പറയാണ് ഖുർആൻ മൊയ്തീൻ മാല തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ്. എന്തൊരു ധാഷ്ട്യ അത്! 9-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു ശുദ്രകൃതി. ആ ശുദ്രകൃതി വായിക്കുന്നത് മുതലാണ് അത്ര ഇസ്ലാം തുടങ്ങുന്നത്. ഇക്കഴിഞ്ഞ 3 ദിവസം മുമ്പ് മമ്പാട്ടുകാരൻ പ്രസംഗിച്ചതാ, ഒരു സഖാവി പ്രസംഗിച്ചതാ, സാക്ഷാൽ ഉസ്താദിന്റെ ശിഷ്യം പ്രസംഗിച്ചതാ. ഞങ്ങൾ പറയുന്നത് എന്തറിയോ? ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് നബി ഇവിടെ ആദരണീയനായ അൻവർ അബൂബക്കർ 2-ാം ഭാഗിനെ പറ്റി പറഞ്ഞു. അതവരവിടെ പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ ദീൻ അനുസരിക്കണമെങ്കിൽ ഉമർ ബിൻ ഖത്താബിന്റെ 20 റക്അത്തിലേക്ക് വരണം, ഉസ്മാനിന്റെ 2-ാം ഭാഗിലേക്ക് വരണം. അപ്പൊ ഞാൻ ലളിതമായൊരു ചോദ്യ ചോദിക്കല്, നമ്മൾ തെങ്ങുമക്കറിൽ എങ്ങനെയാ? തളപ്പിട്ടിട്ട് മണ്ടയിലേക്ക് ചാടുകയ്യ? അല്ല, താഴത്തുനിന്ന് 1, 2, 3. തറാവീന്റെ കാര്യം വരുമ്പോ സമസ്തക്കാരെങ്ങനെ അറിയോ? നബീനെ വിടും, അബൂബക്കർ സിദ്ദീഖിനെ വിടും, ഉമറിലേക്ക് ഒരൊറ്റ ചാട്ടം. 2-ാം ബാങ്കിന്റെ കാര്യം വരുമ്പോ നബിയെ വിട്ടു, അബൂബക്കർ സിദ്ദീഖിനെ വിട്ടു, ഉമർ ബിൻ ഖത്താബിനെ വിട്ടു, ഉസ്മാനിലെത്തി. ഞങ്ങളെ സംബന്ധിച്ചറിയോ? ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റ ബാങ്കാണ്. മുഹമ്മദ് നബി കൊടുത്ത അന്ന് പഠിപ്പിച്ച ഒറ്റ ബാങ്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങളത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വേറെന്തോ ഇഷ്ടപ്പെട്ടോളി. കാരണം 2-ാം ബാങ്ക് കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണമില്ലാത്തടത്ത് 2-ാം ബാങ്കിന് പ്രസക്തി ഇല്ല. ഇതാണ് ഞങ്ങളൊക്കെ എന്താ വിചാരിക്കാറോ? പണ്ട് ഒതു പഠിപ്പിച്ചപ്പോ ഒരു കാരണവർ ഒതു പഠിപ്പിച്ചു. അപ്പൊ ഒരു മൺകുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു.
ഈ ഒതു അറിയാത്ത ആളുകൾ ഇതിങ്ങനെ നോക്കിക്കുക. അപ്പൊ ഇയാൾ മൺകുടം ഷോൾഡറിൽ വെച്ച് ഇങ്ങനെ നടക്കുമ്പോ എറയത്ത് തട്ടിയിട്ട് ഈ മൺകുടം താഴെ വീണ് ഉടഞ്ഞു. പിന്നൊരു മൺകുടം കൊണ്ടുവരാൻ പറഞ്ഞു. ആ മൺകുടം കൊണ്ടുവന്ന് വെച്ച് ഒതു കാണിച്ചു കൊടുത്ത് അയാൾ പോയി. കുറെ കാലം കഴിഞ്ഞ് അയാൾ വരുമ്പോ എന്താ കാഴ്ച അറിയോ? ഈ എറയിന്റെ അടുത്ത് മൺകുടം ഇങ്ങനെ കൂടിക്കിടക്കുന്നു, പൊട്ടിയിട്ട് ആയിരക്കണക്കിന് മൺകുടങ്ങള്. അപ്പൊ അദ്ദേഹം ചോദിച്ച എന്തേന്ന്? അപ്പൊ അവര് പറയണം, അന്ന് നിങ്ങള് ഒരു മൺകുടത്തിലെ വെള്ളം ഉടച്ച് കാണിച്ചു തന്നു, രണ്ടാം മൺകുടത്തിലെ വെള്ളം കൊണ്ട് ഉതെടുത്ത് കാണിച്ചു തന്നു. ഇതാണ് നമ്മുടെ APEK സുന്നി. തലല്ല, വർക്ക് ചെയ്യില്ല. എന്തിനായിരുന്നു ഇത്? അതില്ല ചിന്തല്ല. നബീനെ വിട്ടു, അബൂബക്കർ സിദ്ദീഖിനെ വിട്ടിട്ട് 20 എടുക്കുമ്പോ ടോപ്പ് ലീഡറായ റസൂലിനെ വിടുന്നത് ആ കുറ്റബോധമല്ല. മുജാഹിദുകൾ അങ്ങനല്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? മാഖാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. ഇമാം ബുഖാരി 2013 ഹദീസ്. ഇമാം മാലിക്കിന്റെ മുഅത്ത 311 ഡോർ 313. അതിലെന്താണുള്ളത്? അമറ ഉമർ ബിൻ അൽ ഖത്താബ് ഉബയ്യ് ബിൻ കഅബ് വ തമീം ഉദ്ദാരി അൻ യഖുമ ലിന്നാസി അലാ 11 റകഅ. 11 റകഅത്ത്. റസൂൽ നിസ്കരിച്ചു 11 റകഅത്ത്, ഞങ്ങൾ 11 നിസ്കരിച്ചു. ഇമാം ബുഖാരിയുടെ 83 വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും ആധികാരികമായ ഫത്ഹുൽ ബാരിയിൽ ബി ഇസ്നാദിൻ ദഈഫിൻ 20 റകഅത്തിനെ കുറിച്ച് പറയാണ്. ബി ഇസ്നാദിൻ ദഈഫിൻ, ദുർബലമാണ് ആ പരമ്പര. ഞങ്ങൾ ഒട്ടും ദുർബലമല്ലാത്ത പരമ്പരയായിട്ട് തറാവി 11. അതിലാരെങ്കിലും കൂട്ടിയാൽ അതിനെക്കുറിച്ചുള്ള ചർച്ച പണ്ഡിത ലോകത്ത് പറയണം. ഇത് പണ്ഡിത ചർച്ചയല്ലാത്തത് കൊണ്ട്, അങ്ങനത്തെ ഒരു ചാൻസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ മാനദണ്ഡം. ബാപ്പ എന്ത് പറഞ്ഞു, ഉമ്മ എന്ത് പറഞ്ഞു എന്നല്ല, ഉസ്താദ് എന്ത് പറഞ്ഞു. അതുകൊണ്ടല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പറഞ്ഞു? എന്റെ വാക്കുകൾക്കെതിരായി ഒരു ഹദീസ് കണ്ടാൽ അദ്ദേഹം പറയാൻ, അദ്ദേഹം എന്താ പറയണത്? നിങ്ങൾ ആ ഹദീസ് സ്വീകരിക്കണം, എന്നിട്ട് എന്റെ വാക്കുകൾ നിങ്ങൾ ആ മതിലിനപ്പുറത്തേക്ക് എറിയണം. അതെത്ര ഇമാം അബൂ ഹനീഫ പറയാൻ. ഇമാം അബൂ ഹനീഫ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും സ്വീകരിക്കരുത്. ഞാൻ എവിടുന്നാണ് തെളിവ് പിടിച്ചത്, ഖുർആനും സുന്നത്ത് എന്ത് പറയണേ അത് നോക്കണം. ദെൻ വളരെ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു മേഖലയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഖുർആൻ മാനവരാശിയുടെ മാർഗദർശനമാണ്. ഒന്നാമത്തെ ഖുർആനിക വചനം നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും കോർ ബിന്ദു എന്താണ്? അല്ലാഹു യദൂ ഇലാ ദാരിസ്സലാമി വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 25-ാമത്തെ വചനം. അല്ലാഹു നിങ്ങളെ സമാധാനത്തിന്റെ മന്ദിരത്തിലേക്ക്, അഥവാ ഖുർആനിലൂടെ അല്ലാഹു നിങ്ങളെ വിളിക്കുന്നു സ്വർഗത്തിലേക്ക്. വിശുദ്ധ ഖുർആന്റെ 10-ാം അധ്യായം. ഞാൻ ഈ വചനത്തെ വെച്ചുകൊണ്ടാണ് ഈ തലക്കെട്ട് സ്വീകരിച്ചത്. അത്രയും ക്ലാരിറ്റി വരുത്താണ് അർത്ഥം. അല്ലാഹു യദൂ ഇലാ ദാരിസ്സലാമി വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. താൻ ഇച്ഛിക്കുന്നവരെ നേരായ പാതയിലേക്ക് അല്ലാഹു നയിക്കുന്നു. വരൂ, സമാധാനത്തിന്റെ ഭവനം. നമ്മുടെ വീട് പോലും, നമ്മുടെ വീടിന് മസ്കൻ എന്നാ പേര്, പക്ഷെ എന്നത് മസ്കനല്ല, യുദ്ധഭൂമിയാണ് വീട്. ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള പൊട്ടിത്തെറികളുടെ, ഗ്ലാസ് ഒടയലുകളുടെ, തമ്മിൽ തല്ലിന്റെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കലുകളുടെ, ഒന്നെങ്കിൽ പൂർണ്ണമായ മൗനം നമ്മുടെ വീട്, അല്ലെങ്കിൽ പൊട്ടിത്തെറി. എന്താ കാരണം? പൂർണ്ണമായ മൗനം എന്ന് പറഞ്ഞാൽ പാപ്പ മൊബൈലാണ്, ഉമ്മ മൊബൈലാണ്, മക്കള് മൊബൈലാണ്, ആരും മിണ്ടണില്ല. ഇപ്പൊ ട്രെയിനിലൊക്കെ കയറിയാല് ഒരു സുഹൃത്തുമില്ല പുതുതായിട്ട്. എന്താ കാരണം? കേറി സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ 9 മണിക്കൂർ തോണ്ടി, 9 മണിക്കൂർ തോണ്ടി ഇറങ്ങിപ്പോയി. ബാഗൊക്കെ ആരും എടുത്തുണ്ടേ, അറിഞ്ഞില്ല. അമ്മനെ തന്നെ പിടിച്ചുണ്ടേ, അപ്പുറത്തുണ്ടേ, അമ്മനെ മർദ്ദിച്ചു, അവൻ അറിയണില്ല. ഇതിൽ വീടിട്ടെടുക്കുക. അല്ലാഹു ഖുർആനിൽ 15-ാം അധ്യായം 36-ാമത്തെ വചനം പറയുന്നത് എന്തറിയോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്താ കേട്ടത്, എന്താ കണ്ടത്, എന്താ ചിന്തിച്ചത്? കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ട് എന്തും കാണുക, എന്തും കേൾക്കുക, എന്തും ചിന്തിക്കുക എന്നത് മുസൽമാനെ കുറിച്ച് ചിന്തിക്കാവതല്ല. അതുകൊണ്ട് പടച്ചോൻ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാ. മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുനൻ പറയാണ്, ഞാൻ യുദ്ധം ചെയ്യൂല, എനിക്ക് സ്വത്ത് വേണ്ട,
കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, അശ്വത്ഥമാവ്, ഭീഷ്മാചാര്യർ. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, ഇല്ല ഞാൻ യുദ്ധം ചെയ്യില്ല. അപ്പൊ അർജുനനോട് കൃഷ്ണൻ പറയാണ്, എന്താ പറയണറിയോ? അർജുനനോട് കൃഷ്ണൻ, കേട്ടോളിട്ടോ ഹൈന്ദവരെ കേട്ടോളി, എന്താ പറയുന്നത്? ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. എന്താ അതിന്റെ അർത്ഥം? ഹതോവ പ്രാപ്സ്യസി സ്വർഗം. നമ്മളിവിടെ എന്താ കൊടുത്തേ? ഖുർആൻ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. ശ്രീകൃഷ്ണൻ പറയാണ് ഹതോവ പ്രാപ്സ്യസി സ്വർഗം. അർജുന, ഇത് ധർമാധർമ്മ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നിന്ന് പോകുന്ന അർജുനനെ വിളിക്കുകയാണ്, വാ സ്വർഗത്തിലേക്ക് വാ. അറിവാണ് പ്രധാനം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ജ്ഞാനമാണ്. യുക്തിവാദികൾ അധികവും സംഘപരിവാരങ്ങളുടെ സംഘപരിവാരങ്ങളുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, നമ്മളെ തല്ലിക്കുന്നവരാണ് ഇവരൊക്കെ. നമ്മളൊന്നാ, ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ, ഓർത്താലൊരൊറ്റ തറവാട്ടുകാരാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ. വിശുദ്ധ ഖുർആൻ 20 സ്ഥലത്താ. ഖുർആൻ എങ്ങോട്ടാ വിളിക്കുന്നത്? ഖുർആൻ മനുഷ്യനെ ആദമവാ ദമ്പതികളുടെ മക്കളാന്ന് പഠിപ്പിക്കുക. നിങ്ങളിൽ ബ്രാഹ്മണനില്ല. ഏറ്റവും അത്ഭുതം എന്തറിയോ? മനുഷ്യനുണ്ടാക്കിയത് വ്യത്യസ്ത മണ്ണിൽ നിന്നാണ്. അതായത് ഭൂമിയിലെ കറുത്ത മണ്ണ്, ഭൂമിയിലെ വെളുത്ത മണ്ണ്, ഭൂമിയിലെ ചാരനിറമുള്ള മണ്ണ്, ഭൂമിയിലെ ചുവന്ന മണ്ണ്, ഭൂമിയിലെ വിവിധ കളറുകളുടെ മണ്ണെടുത്ത് കുഴച്ചു. വിവിധ നിറം മണ്ണുകളാൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് പ്രവാചകൻ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വ്യത്യസ്ത മണ്ണിലാൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങളിൽ കറുത്തവനുണ്ടാകും, വെളുത്തവനുണ്ടാകും, ചാരനിറമുള്ളവനുണ്ടാകും, സ്പ്രിങ് പോലെ മുടിയുള്ളവനുണ്ടാകും, പത്തിരി പോലെ മൂക്കുള്ളവനുണ്ടാകും. പക്ഷെ അറിയുക, കാനന്നാസു ഉമ്മത്തൻ വാഹിദ വബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫു ഫീ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശൂബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും മിൻദല്ലാഹി അത്ഖാകും യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം യാ അയ്യുഹൽ ഇൻസാൻ ما غرك بربك الكريم يا أيها الناس واعبدوا ربكم الذي يا أيها الناس ضرب مثل فاستمعوا له يا أيها الناس أنتم الفقراء إلى الله يا أيها الناس എത്ര ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിലെ 35-ാം അധ്യായം 15-ാമത്തെ വചനം, ഖുർആനിലെ 85-ാം അധ്യായം 5-ാമത്തെ വചനം, ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം. മനുഷ്യരെ മനുഷ്യരെ മനുഷ്യരെ, 800 കോടി മനുഷ്യരെ, നിങ്ങൾ ആദമിന്റെ മക്കളാണ് കേട്ടോ, സഹോദരങ്ങളാൽ. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. മനുഷ്യാവകാശ പ്രഖ്യാപനം. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധ കാബയുടെ പവിത്രത പോലെ, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദുൽഹിജ്ജ 9-ന്റെ പവിത്രത പോലെ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ എല്ലാം. ഒരു പോയിന്റ് ചോദിച്ചോട്ടെ, പശു ആരാധന പാടില്ല. ആർക്ക്? ഹിന്ദുവിനും പാടില്ല, മുസ്ലിമിനും പാടില്ല, ക്രിസ്ത്യാനിക്കും പാടില്ല, ജൈനനും പാടില്ല. മനുഷ്യരിൽ ഒരൊറ്റ കുട്ടിക്കും പശു ആരാധന പാടില്ല. ഉസ്താദേ, അത് നിങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. അങ്ങനല്ല. ഉപനിഷത്ത് നിങ്ങളുടെ കയ്യിലാ, ഞങ്ങളുടെ കയ്യിലല്ല. ആ ഉപനിഷത്ത് എടുത്തോ, ഇപ്പെടുത്തോ. ആ ഉപനിഷത്തിൽ കാണാം, അന്തം തമഹ പ്രവിശന്തിയെ സംഭൂത്യമുപാസലേ തദോ ഭൂയബദേ യഹു സംഭൂത്യാമൃതഹ. ഈശാവാസുപനിഷത്തിന്റെ 12-ാം അധ്യായം അവിടെ പറയുന്നു. ആ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സൃഷ്ടിപൂജ നടത്തുന്നവൻ ഘോരാന്ധകാരമായ നരകത്തിലാണ്. സൃഷ്ടിപൂജ നടത്തുന്നവൻ ഘോരാന്ധകാരമായ നരകത്തിലാണ്. ഏതാണ് ഈ നരകം? പശുവിനെ നോക്കൂ. മനുസ്മൃതി ഉപനിഷത്ത് പറയാൻ, ഈശാവാസ്യോപനിഷത്ത് പറയാണ്, 12-ാമത്തെ സൂക്തത്തിൽ പറയാണ്, പാമ്പിനെ ആരാധിച്ചാ നരകത്ത് പോകുന്നു, പശുവിനെ ആരാധിച്ചാ നരകത്ത് പോകുന്നു, ചന്ദ്രനെ ആരാധിച്ചാ നരകത്ത് പോകുന്നു,
സൂര്യനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നു, ദേവനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നു, ദേവിനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നു. ഈ പുറനാട്ടുകാരവിടെ അടുത്താണ്, തൃശൂർ ജില്ലയിലെ പുറനാട്ടുകാരവിടെ അടുത്താണോ? ഞാനൊരു മേൽവിലാസം പറയാം. കെ പരമേശ്വരൻ പിള്ള, എഴുതിക്കോളി, മനസ്സിലായിക്കോളി. കെ പരമേശ്വരൻ പിള്ള, ഹിന്ദുധർമ്മ പരിചയം, ശ്രീരാമകൃഷ്ണ മഠം, പുറംനാട്ടുകര. മേൽവിലാസാണ്, ആ പുസ്തകത്തിന്റെ മേൽവിലാസാണ്. കെ പരമേശ്വരൻ പിള്ള എന്റെ അടുത്തുണ്ട്. നിങ്ങളിപ്പോ ChatGPT-നോട് ചോദിക്കി, കെ പരമേശ്വരൻ പിള്ള എഴുതിയ ഹിന്ദുധർമ്മ പരിചയ പുസ്തകം, ഹിന്ദുധർമ്മം എന്ന പുസ്തകത്തെ കുറിച്ച് ചോദിക്ക്. ഇപ്പൊ കിട്ടും, എടുത്തു നോക്ക്. ആ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായം, പൂർവ്വ പുസ്തകം 148-ാമത്തെ പേജ്, ഇപ്പോൾ 165-ാമത്തെ പേജ്, പുതിയ എഡിഷൻ. അതിലെന്താണെന്നറിയോ? ഒരു ദേവി, അടിവരട്ടോ, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ ദൈവം കഴിവ് കൊടുക്കണം. എങ്ങനെ? സാക്ഷാൽ ദൈവം കഴിവ് കൊടുക്കണം. ഈ വിശ്വാസമാണ് ഹൈന്ദവന്റെ വിശ്വാസം. ഈ വിശ്വാസമാണ് കേരളത്തിലെ സമസ്തക്കാരുടെ വിശ്വാസം. പാവം മീക്കെ, പാവം മേപ്പി, സാധാരണക്കാർ അറിയുന്നില്ല. നിങ്ങളെ വിശ്വാസം ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ കെ പരമേശ്വരൻ പിള്ള എഴുതിയ വിശ്വാസവും ഒന്നാണ്. നിങ്ങളെ രണ്ടുപേരുടെ വിശ്വാസമായിരുന്നു മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികളുടെ വിശ്വാസം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നാവിന് നീട്ടമുണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിക്കരുത്, അതാണ് എന്റെ വാദം. ബ്രിങ് ദ എവിഡൻസ്, കുൽഹാതു ബുർഹാനക്കും. ഞാൻ 3 ഗ്രന്ഥത്തിൽ നിന്നും തെളിവ് ധരിക്കാം. ശരിക്കും ശ്രദ്ധിച്ചോളണം. പ്രവാചകന്റെ കാലത്ത് ഖുർആൻ പറയാണ്, പ്രവാചകൻ പറയാണ്, എല്ലാ ഭാഗം. കിതാബുൽ ഹജ്ജ് സഹീഹ് മുസ്ലിം, കിതാബുൽ ഹജ്ജ് എന്ന ബാബ്. ആ ബാബിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട്. എന്താ റിപ്പോർട്ട്? മക്കയിലെ ഹാജിമാർ ഹജ്ജിന് വരികയാണ്. ആര്? നബിയുടെ കാലത്ത്, നബി ഇസ്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള മുസ്ലിങ്ങൾ. അവര് ഹജ്ജ് ചെയ്തു, അവർ ഉംറ ചെയ്തു, അവർ നോമ്പ് വെച്ചു, അവർ നേർച്ച ചെയ്തു. ആ ഖുർആനാ പറയുന്നത്. അവർ അള്ളാഹ്ക്കുള്ള കൊടുത്തു. ഈ കോഴി ഇന്ന് ഷെയ്ഖിനെ അവര് പറഞ്ഞു, ഈ ആട് ഇന്ന് ഷെയ്ഖിനെ അവര് പറഞ്ഞു. മുജാഹിദ് ബാലിശ്ശേരിങ്ങളോട് കള്ളം പറയില്ല. സൂറത്ത് അൻആം 6-ാം അധ്യായം 6-ാം അധ്യായത്തിലെ പറയുന്നത്, ഇത് അള്ളാഹ്ക്ക്, ഇത് മൊയ്തീൻ ഷെയ്ഖിനെ. നിങ്ങളും അത് പറയണേ. ഞങ്ങൾ അത്രേ പറയുള്ളൂ. അബൂജഹൽ പറഞ്ഞ നിങ്ങൾ പറയണ്. അന്ന് അബൂജഹൽ പറഞ്ഞ ഇന്നത്തെ അബൂബക്കർ പറയുന്നു. അൻവർ അബൂബക്കർ അല്ല, എന്റെ നാട്ടുകാരൻ അബൂബക്കർ പറയുന്നു. എന്താ അവര് പറഞ്ഞേ? കേട്ടോളൂ. മുഹമ്മദ് നബി കള്ളം പറയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറയൂ? ഇബ്നു തൈമിയ വിട്ടോ, മുഹമ്മദ് അബ്ദുൽ വഹാബ് വിട്ടോ, മുജാഹിദ് പണ്ഡിതന്മാരെ വിട്ടോ, ഉമർ മൗലവിനെ വിട്ടോ, കെപിനെ വിട്ടോ, MCസിനെ വിട്ടോ, എല്ലാരും ഒഴിവാക്കിക്കോ. കെ മൗലവി വിട്ടോ, അബ്ദുറഹ്മാൻ സാഹിബിനെ വിട്ടോ, എല്ലാരും വിട്ടോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടാൻ പറ്റുമോ? മുഹമ്മദ് നബി കാബത്തിന്റെ അടുത്ത് നിൽക്കുക. കാബാലയെ ഒന്ന് മനസ്സുകൊണ്ടിരി. കാബത്ത് പോയവര് കാബാലയത്തെ മനസ്സുകൊണ്ടിരി. ആ കാബത്തിന്റെ ആ തൂണിങ്ങനെ ചാരി നിൽക്കുക നബി. എന്നിട്ട് ഹജ്ജിന് വരുന്ന പോലെ തവാഫ് ചെയ്യുമ്പോ നബി അവരോട് അവരുടെ തവാഫിന് അവര് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുവരികയാണ്. എന്താ തൽബിയത്ത്? മക്കാ മുശ്രിക്കരുടെ തൽബിയത്തും മക്കാ മുസ്ലിമീങ്ങളുടെ തൽബിയത്തും തമ്മിൽ എന്താ വ്യത്യാസം? മക്കാ മുശ്രിക്കരുടെ തൽബിയത്തും ആധുനിക കേരളത്തിലെ സമസ്തയുടെ ചിന്തയും ഒന്നായാൽ അത് സ്വീകാര്യാവോ? നബി എതിർത്തൊരു വിശ്വാസം നബി ഒഴിവാക്കണമെന്ന് അബൂജഹലിനോട് പറഞ്ഞത് ഇന്നത്തെ അബൂബക്കർ എടുത്തിട്ട് സ്വർഗത്ത് പോവോ? ക്ലാരിറ്റി വന്നോ? അബൂജഹലിനോട് മുഹമ്മദ് നബി കാബത്തിൽ നിന്നിട്ട് പറയാ ഈ വിശ്വാസം ശരിയല്ല, നാശത്തിലേക്കാം. ആ വിശ്വാസം മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ വെച്ച് അബൂബക്കർ പഠിപ്പിച്ചാൽ അബൂജഹലും അബൂബക്കറും പോകുന്നത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? അപ്പോ എന്താ കിതാബുൽ ഹജ്ജിലുണ്ട്? കേട്ടോ, കിതാബുൽ ഹജ്ജ് ഇപ്പൊ എടുത്തു നോക്ക്, നെറ്റ് എടുത്ത് പടപടാന്ന് നോക്ക്. കിതാബുൽ ഹജ്ജിലെ മക്കയിലെ മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. എന്ത് അബൂജഹലിന്റെ തൊള്ളേന്ന് വരിക, അബൂലഹബിന്റെ വായിന്ന് വരിക, ഇക്രിമയുടെ വായിന്ന് വരിക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. പ്രവാചകൻ എതിർത്തില്ല. എന്തേ എതിർക്കാതിരുന്നത്? പ്രവാചകൻ അവിടെ കാബത്തിൽ നിൽക്കുക, അപ്പോഴതും ചൊല്ലി വരുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. എതിർത്തില്ല. കാരണം അള്ളാഹ് നിന്റെ വിളിക്ക്, അത് ശരിയാണ്. അള്ളാന്റെ വിളിക്കോ? രണ്ടള്ളന്റെ പറഞ്ഞില്ല, ഒറ്റ അല്ലേ ഉള്ളൂ. പക്ഷെ ഒരുപാട് റബ്ബിൽ പങ്കു ചേർക്കുന്ന ഇലാഹുകളെ
അവരവർ തന്നെ അവരുടെ തന്നിഷ്ടത്തെ പിൻപറ്റി ഉണ്ടാക്കി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക, പടച്ചോനെ നിനക്ക് പങ്കുകാരില്ല. അവിടെ നിർത്തി. അത്രയും പറയുമ്പോ റസൂല് ഒരക്ഷരം മിണ്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയുന്നറിയോ, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവരെന്താ പറയുന്നറിയോ, ഒരു തരത്തിലുള്ള കൂട്ടുകാരുണ്ട് റബ്ബേ നിനക്ക്. എന്നിട്ട് അവരെന്താ പറയുന്നറിയോ, ആ കൂട്ടുകാരില്ലേ അവരിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് കഴിവില്ല, സ്വന്തമായിട്ട് കഴിവില്ല. നീ കഴിവ് കൊടുക്കാതെ ഒരു പുല്ല് നീക്കാൻ അവർക്ക് കഴിയില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹുവേ, അവർക്കൊരാൾക്കും കഴിവില്ല, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് നീ കൊടുത്തതാണ്. ഇത് കിതാബുൽ ഹജ്ജിൽ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. ആണ്. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനി കെ പരമേശ്വരമുള്ള പറയാണ്, ഇന്ത്യയിലേക്ക് എത്തിയപ്പോ ആ മക്കയിലെ അവരുടെ അനുയായികൾ ഇന്ത്യയിലെത്തിയപ്പോ അവരുടെ വിശ്വാസം എന്താ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുക്കണം. കൊടുത്ത കഴിവിൽ നിന്നാണ്, അല്ലാഹ് അമ്പിയാ ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്? ചോദിക്കുന്നത്. ഇതല്ലാന്ന് അഭിപ്രായമുള്ള ഒരു AP സുന്നിക്കാരൻ കൈവന്തിക്കും. അല്ലാഹ് കൊടുത്ത കഴിവ് എന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. മക്കാ മുശ്രിക്ക് പറയുന്നത് കൊടുത്ത കഴിവ്, സ്വന്തമായിട്ട് കഴിവില്ല. കെ പരമേശ്വരൻ പിള്ള പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസവും ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല, കൊടുത്ത കഴിവ്. സമസ്തക്കാരും പറയുന്നു കൊടുത്ത കഴിവ്. എനിക്ക് ചോദ്യം, അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ അബൂജഹലും അബൂലഹബും നരകത്തില്. അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കണെന്ന് പറയുന്നേ കാന്തോർ AP ബക്കർ മുസ്ലിം EK മുസ്ലിം സ്വർഗത്തില്. പറയൂ, അല്ലാഹ് നീതിമാനാണോ? അല്ലാഹ് ക്രൂരത കാണിച്ച വ്യക്തിയാണ്? പറയൂ, പറഞ്ഞോളി. തലച്ചോറുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാ? അബൂജഹൽ പറയാണ് അല്ലാഹ്. റസൂലിനോടാ പറയണേ. റസൂലിനോട് അല്ലാഹ് പറയാണ്. അബൂജഹലിനൊന്ന് വിളിച്ചിട്ട് ചോദിക്ക്. അബൂജഹലിനെ കാണുമ്പോ ചോദിക്ക്. അബൂലഹബിനെ, അപ്പൊ അബൂലഹബിനെ അബൂജഹലിനെ ഒന്നിച്ച് കണ്ട റസൂൽ. അപ്പൊ റസൂൽ ചോദിച്ചു ഉപജീവനം നൽകുന്നത് ആരാ? അപ്പൊ അബൂജഹൽ കിന്നാരം പറയാണ്, പോ മുഹമ്മദേ അവിടുന്ന്, അത് അള്ളയാണെന്ന് നിനക്കറിഞ്ഞൂടെ? നിനക്ക് എനിക്ക് ഉപജീവനം തരുന്ന അള്ളയാന്ന് ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചോളിട്ടോ. എന്താ പറയണേ? അബൂജഹൽ ചോദിക്കണേ, ഇജ്ജ് വെറുതെ സുയിപ്പാക്കണ്ട പോ. എന്നിട്ട് അടുത്ത ചോദ്യം, അബൂജഹലെ നിനക്കൊരു കാതുണ്ടല്ലോ, ഉണ്ട്, അതിന്റെ കേൾവി തന്നത് ആരാ? ഓ മുഹമ്മദേ അവിടുന്ന്, അത് അള്ളയാണ് എന്ന് നമ്മൾ രണ്ടാളും അംഗീകരിക്കണേ. അബൂജഹൽ പറയണേ. നമ്മൾ അടുത്ത ചോദ്യം എന്താ അറിയോ? അടുത്ത ചോദ്യം, ജീവനിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും സൃഷ്ടിക്കുന്നതാര്? അപ്പോൾ അബൂജഹൽ പറയും, ഓ മുഹമ്മദേ, നമുക്കിതിനെതിരെ പറയില്ല, ഈ വെറുതെ സമയം കേടെടുത്തല്ലേ. അടുത്ത ചോദ്യം കേട്ടോളി. കാന്തപുരത്തിനോട് നീ ചോദ്യം ചോദിച്ചാൽ കാന്തപുരം എന്താ പറയുന്നത്? അത് ക്ലിപ്പിട്ട് കളിപ്പിക്കേണ്ട ഒരു അവസരം വന്നാൽ വരണം, അപ്പോഴേ മാറ്റം. ഇനി ഞാൻ പറയണേ, ശരിക്കും ഒന്നുകൂടെ ചിന്തിക്ക്, ഒന്നുകൂടെ ചിന്തിക്ക്, ഒന്നുകൂടെ ഷാർപ്പ് ചെയ്തേ, ഒന്ന് ടൈറ്റ് ആയിട്ട് ആ വിഷയത്തിൽ നിന്ന് ഫോക്കസ് ചെയ്തേ. അടുത്ത ചോദ്യം അബൂജഹലിനോട് എന്താ അറിയോ? അബൂജഹലെ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ? അബൂജഹലെ, ഇതൊന്ന് പോയാ അവിടുന്ന്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ലോകവും മുഴുവനും നിയന്ത്രിക്കുന്നത് നീ വിശ്വസിക്കുന്ന പടച്ചോനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് അല്ലാഹ് ചോദിക്കണെന്തറിയോ? ഫക്കുൽ, ഇങ്ങനൊക്കെ അംഗീകരിച്ച് അവരോട് നബി ചോദിക്ക്, അഫലാ കൊന്നിട്ട് എന്താ നിങ്ങൾ അള്ളാഹിനോട് മാത്രം ചോദിക്കാത്ത? നിങ്ങൾ എന്താ മുത്തക്കികളാകാത്ത? ഇനി കാന്തപുരത്തിനോട് ഇതേ ചോദ്യം ചോദിച്ചു, ലോകം നിയന്ത്രിക്കുന്ന ആരാണ്? കാന്തപുരം പറയുന്നത് 35 കൊല്ലം മരിച്ച് കബറിൽ പോയ CM അടവൂരാണ്. ഇനി ഞാൻ എന്റെ ഫ്രെയിമിലാട്ടോ, ഇത് വേറെ പ്രസ്ഥാനങ്ങളുടെ ഫ്രെയിമിലൊന്നല്ല, ആരെയും പൈതാറിന്റെ വിശ്വത്തിന് പോലും ഇതിൽ പങ്കില്ല, എന്റെ ഫ്രെയിമാണ്. അബൂജഹൽ പരലോകത്ത് നിന്ന്, കാന്തപുരത്ത് നിന്ന് അബൂബക്കറും വന്നു, രണ്ടാളും ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാന്തപുരത്തിനോട് സ്വർഗത്ത് പോകാൻ പറഞ്ഞതിനോട് വിജയിക്ക്. ഏത്? അല്ലാഹ് വിളിച്ച സ്വർഗത്തിലേക്ക്. അപ്പൊ അബൂജഹൽ പടച്ചോനെ ഒരു മിനിറ്റ്, പടച്ചോനെ എന്നോട് മുഹമ്മദ് നബി ലോകത്ത് നിയന്ത്രിക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോ നീയാണ് എന്ന് പറഞ്ഞ ആളാ ഞാൻ. എന്നിട്ട് നീ എന്നെ നരകത്തിലിടേ, ഈ സ്വർഗത്തിലേക്ക് പോകണമെന്ന് റിയലില്ലേ? ലോകം നിയന്ത്രിക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോ സ്വന്തം ഹൃദയം നിയന്ത്രിക്കാൻ കെൽപ്പില്ലാതെ മരിച്ചുവേ ചിറ്റടി മീത്തൽ അബൂബക്കർ എന്ന് പറഞ്ഞ് ഇക്കാക്കാനെ സ്വർഗത്തിലിടേ. ചെങ്ങൈമാരെ, ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് നൗഷാദ് അഹ്സനോട് ചോദിച്ചാൽ ഓൻ പറയുന്നത് ചിറ്റടി മീത്തൽ അബൂബക്കറാണ്. നോക്ക്, എല്ലാവരുടെ കൈപ്പിടി ഇങ്ങനെ ഒന്ന് പിടിച്ചേ, എല്ലാവരുടെ കൈപ്പിടി ഒന്ന് ഇങ്ങനെ പിടിച്ചേ, ഒന്ന് പിടിച്ചേ, ഒരു കാര്യം പഠിപ്പിക്കാനാ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഹൃദയം. നിങ്ങളെ കൈപ്പിടി എത്ര ഉണ്ടോ, എന്റെ കൈപ്പിടി, എന്റെ ഹൃദയം എത്ര ഉണ്ടാവും? എന്റെ കൈപ്പിടിയുടെ വലിപ്പം
ഓരോരുത്തരുടെ ഹൃദയം. ഇനി ഞാൻ നിങ്ങളോട് അത്ഭുതകരമായി ചോദിച്ചോട്ടെ, ശരിക്കും ചിന്തിച്ചോ? ഇത്ര പോന്ന ഹൃദയമുള്ളതാണ് എന്നെ CM മടവൂര്. ആ ഹൃദയത്തിന്റെ സ്പന്ദനം നിലയ്ക്കുമ്പോഴാണ് മരണം, പൾസ് നിൽക്കുമ്പോഴാണ് മരണം. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, ലോകം ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു, ലോകം നിയന്ത്രിക്കൊക്കെ സംഭവിച്ചു. 35 കൊല്ലം മുമ്പ് ഹൃദയം നിന്നുപോയപ്പോ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന മുജാഹിദുകൾക്ക്, പൈതൃക അവകാശപ്പെടാൻ അവകാശമുള്ള മുജാഹിദുകൾക്ക്, പെരിച്ചായി തലച്ചോറ് തിന്നാത്ത മുജാഹിദുകൾക്ക്, ഓൻ ലോകം നിയന്ത്രിച്ചു പോയിട്ടു ഓന്റെ ഹൃദയം നിയന്ത്രിച്ചിരുന്നെങ്കിൽ വേണ്ടിയില്ല എന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള തലച്ചോറ് സമസ്തക്കാരെ നിങ്ങൾക്കതില്ല. നിങ്ങൾ ഉസ്താദുമാർ നിങ്ങളെ തലച്ചോറ് ഊറ്റിയെടുത്തു. നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്ത ഫിർഖത്തുന്നാജിയുടെ കപ്പലായി ഈ തങ്കൂരട്ട് നൂഹ് നബിന്റെ കപ്പലായി ചാടി കയറിക്കോ. API ഇക്കേന്ന് വെറുതെ നിൽക്കണ്ട, ഇന്നെ കയറിക്കോ, ഞങ്ങളുടെ കൂടെ രക്ഷപ്പെടും. ചിന്തിക്ക്. ഖുർആനാ പറയണേ. ഖുർആൻ എന്താ പറയണേ? ഖുർആൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 124. അതിന്റെ അർത്ഥം എന്നറിയോ? ബഷീറെ, സുബൈറെ, ആയിഷ. അതിന്റെ അർത്ഥം എന്നറിയോ? ആരാണോ ഖുർആൻ പഠിക്കാതെ പോകുന്നത്, ഖുർആനാകുന്ന ദിക്റിനെ ഓർക്കാതെ പോകുന്നത്, അവന് ദുനിയാവിൽ ഒരു ഇടുങ്ങിയ ജീവിതം ഉണ്ടാവും, ഒരു ഇടുങ്ങിയ ജീവിതം. എന്നിട്ട് അള്ളാഹ് എന്താ പറയണറിയോ? അന്ധനായിട്ടാണ് ഓൻ പരലോകത്ത് വരിക. അതായത് ഈ തളിയിൽ നിന്ന്, ഈ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ഖുർആൻ പഠിക്കാത്ത ഏതൊരു മുജാഹിദും, ഖുർആൻ പഠിക്കാത്ത ഏതൊരു സമസ്തക്കാരനും, ഖുർആൻ പഠിക്കാത്ത ഏതൊരു NDF കാരനും, ഖുർആൻ പഠിക്കാത്ത ഏതൊരു അൻസാർ കോളേജ് നടത്തിയവനും പരലോകത്ത് വരെ അന്ധന്മാരായിട്ടാണ്. എന്നിട്ട് അവിടെ വെച്ച് മൊയ്തീനാജി ചോദിക്കും അത്രേ അള്ളഹാനോട്, എന്ത് പടച്ചോനെ, 90 വയസ്സിലാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മരിക്കണത്, തൃശ്ശൂരിൽ നിന്ന് 90 വയസ്സിലാണ് ഞാൻ മരിക്കണത്, കണ്ണട വെക്കാതെ ചന്ദ്രികാ ദിനപത്രം വായിച്ച ആളാ ഞാൻ. പടച്ചോനെ, പരലോകത്തെത്തിയപ്പോ ഞാൻ മരിക്കുമ്പെങ്കിൽ 2 കണ്ണും കാണാ, മലക്കുൽ മൗത്തിനെ ഞാൻ കണ്ടിരുന്നു. പടച്ചോനെ, ഇവിടെ വന്നിട്ട് എന്റെ കണ്ണിന് അന്ധത ബാധിക്കാൻ എന്താ കാരണം? അപ്പൊ അള്ളാഹ് എന്താ പറയണറിയോ? നീ ഖുർആൻ വായിച്ചില്ല. നമ്മൾ പറയുന്നതോ, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ. വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ 9-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൊയ്തീമാല പാടിയ സ്വർഗം കിട്ടും. അപ്പൊ ആ സ്വർഗം നബിക്കില്ല, കാരണം മൊയ്തീമാല നബി കണ്ടിട്ടില്ല. ആ സ്വർഗത്തിന്റെ 8 വാതിലുകൾ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖിനില്ല, കാരണം മൊയ്തീമാല അബൂബക്കർ സിദ്ദീഖ് പാടിയിട്ടില്ല. 10 വർഷം ഇസ്ലാമിന്റെ ഖിലാഫത്ത് എടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് മൊയ്തീമാല പാടിയില്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടുള്ള വിഷമക്കാരനാ ഞാൻ. ഇൻസാനിന്റെ കാര്യത്തിൽ റബ്ബിന് ദേഷ്യം പിടിച്ച് റബ്ബ് പറയാണ്, ഖുർആൻ ഇങ്ങനെ കയ്യില് അങ്ങോട്ട് നോക്കിക്കോളൂ കേട്ടോ, മാജിക് അല്ല കേട്ടോ കേട്ടോളിയേ, മാജിക് ആണെങ്കിൽ മാജിക്. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ഇത് അവിടെ നോക്കിട്ടോ, ഇത് മൊബൈല്, ഇത് ഖുർആനാന്ന് വിചാരിച്ചോളി. മട്ടുപ്പാവില് ബാപ്പ മരിക്കണവരെ ബാപ്പാന്റെ കട്ടിലിന്റെ മേലെ, ബാപ്പ മരിച്ചാലോ അപ്പണ്ടെന്ത്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഒരാട്ടോ ഈ യാസീൻ അല്ല പറയണ എന്തറിയോ? മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല ഈ ഗ്രന്ഥം. യാസീനില് സൂറത്ത് യാസീൻ ജീവിതത്തിൽ അർത്ഥം അറിയില്ല. ലിയുൻദിറ മൻ കാന ഹയ്യ വയഹീകൽ ഖൗലു അലൽ കാഫിരീൻ. ഖുർആന്റെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ 70-ാമത്തെ വചന. എന്ത്? ഇത് ജീവിച്ചിരിക്കുന്നവന് ഓതി കൊടുക്കണം. നമ്മൾ മരിക്കാൻ കാത്തുക്കും. ചെറിയൊരു ഉദാഹരണം പറയാം. ഇതിൽപ്പെട്ട നമ്മുടെ ഒരാളുടെ ബാപ്പാക്ക് ക്യാൻസർ, ലണ്ടൻ വരെ മരുന്നുണ്ടോന്ന് ക്യാൻസറിന്. ബാപ്പാക്ക് എവിടെക്കോ പോയി അന്വേഷിച്ചു, വലിയൊരു യൂറോപ്പിലെ വലിയൊരു ഡോക്ടർ പറഞ്ഞു ലണ്ടനിൽ ഇതിനൊരു മരുന്നുണ്ട്. അങ്ങനെ മകന് AP സുന്നി കേട്ടോ ക്യാൻസർ ബാധിച്ച്, അങ്ങനെ മനസ്സിലായിക്കോളി. മകന് ഈ മരുന്നൊക്കെ മരുന്ന് കൊണ്ടുപോകുന്നതിന് മോനെന്ത്, ബാപ്പ കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ ഇതാടെ കൊണ്ടുവച്ചു. ബാപ്പ കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ അവിടെ കൊണ്ടുവച്ച് ബാപ്പ മരിക്കണവരെ ഈ മരുന്ന് ബാപ്പാക്ക് കൊടുത്തില്ല. ബാപ്പ മരിച്ചപ്പോ മോൻ ചെയ്യുന്ന വായ അടിച്ചോ, എന്റെ കണ്ണ് പൊട്ടിച്ചു കണ്ടേ. ബാപ്പ മരിക്കുന്നവരെ ബാപ്പ കൊടുക്കാത്ത മരുന്ന് ബാപ്പ മരിച്ചപ്പോ കൊടുത്തോ, എന്റെ കണ്ണിന് നോക്കി അടിക്കണ്ടേ. ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഖുർആൻ ഓതി കൊടുത്തില്ല. രസകരമായ ഒരു ഉദാഹരണം പറയലുണ്ട്, കേട്ടോളി. നാദാപുരത്ത് ഹമീദ് എന്ന് പറഞ്ഞൊരു ചെക്കൻ ഉമ്മാൻ അമ്മിക്കുട്ടുകൊണ്ട് അടിച്ചു.
ഓർമ്മയുണ്ട് റിയാസ്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് 5 പേരെ കൊന്ന കൂട്ടത്തിൽ ഉമ്മാനെയും കൊന്നു. ഹമീദ്. ഇത് കല്ലാച്ചിയില്, നാദാപുരം കല്ലാച്ചി. ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റബോധം തോന്നില്ലോ. കുറ്റബോധം തോന്നും. ആ കുറ്റബോധം തോന്നിയപ്പോ മകനും ഉമ്മാന്റെ കബറും പുറത്തിട്ട് ഖുർആൻ ഖത്തം ഓതുകയാണ്. ഉമ്മാന്റെ കബറും പുറത്ത് ഹമീദ് ഖുർആൻ ഓതുക. എന്തോ ഓതുന്നറിയോ? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽവാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഉമ്മാനോട് ചേന്ന് പോലും പറയരുത് എന്നാ. ചെക്കൻ എന്താ ചെയ്ത്? അടിച്ചു കൊന്നതാ. അടിച്ചു കൊന്ന മോൻ പിന്നെ ഓതുന്ന എന്താ? ഉഫിന്ന് പറയരുത്. ഞാൻ എന്താ വിചാരിക്കണ അറിയോ? ആ ഉമ്മാക്ക് ജീവൻ ഉണ്ടെങ്കിൽ കബറിന്റെ അകത്തുനിന്ന് നെഞ്ഞും കൂടി ചവിട്ടി പൊടിക്കൂലേ? ഇനി നമ്മുടെ നാട്ടിൽ തളിയിൽ ഒരു കച്ചവടം തുടങ്ങ. ആര്? ഒരു ആചാര്യ കച്ചവടം തുടങ്ങ. ആചാര്യ ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, നാളെ ഓപ്പണിംഗ് ആണ്, ഉസ്താദ് പ്രാർത്ഥിക്കണം, ഉസ്താദ് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉസ്താദ് വന്ന് ഉസ്താദ് കച്ചവടമൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്തു കൊടുത്ത് പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് 1-2 തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കയ്യൊക്കെ വെച്ച് ഭക്തി പഠിച്ചു. ഇത് കണ്ടിട്ട് ഇവൻ ചതിയനാന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേഷത്തൊന്നും കോലത്തൊന്നും കഴിയുന്നില്ലല്ലോ. അഷ്കുഷ്കിറൊന്നും കണ്ടാൽ തന്നെ അറിയാം തട്ടിപ്പാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ പോയി. ഇനി ഞാൻ പറയണ പോയി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. ഖുർആൻ എന്താന്ന് പഠിക്കാനാ. അങ്ങനെ മൂപ്പര് തകൃതിയായ കച്ചവടം. അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കും, വഞ്ചന കാണിക്കും, വെളിച്ചെണ്ണയിൽ മായം ചേർക്കും, പാലില് വെള്ളം ചേർക്കും, ഒക്കെ ചേർത്ത് തകൃതി കച്ചവടം. തകൃതി കച്ചവടത്തിനിടയിൽ ആക്സിഡന്റിൽ ഈ ആചാര്യ മരിച്ചിട്ട് ആചാര്യ കബറും പുറത്ത് കിടക്കുമ്പോ ഖത്തോദാന് ഉദ്ഘാടിച്ച മൊയിലേര് പോകാൻ. വൈലുൽ മുത്തഫിഫീന അല്ലദീന ഇദക്താലു വലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വസനുഹും യഖ്സിറൂൻ അലാ യظنു ഉലൈക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ നദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അത കബർന്ന് എണീച്ചിട്ട് ഒരൊറ്റ ചവിട്ട ആചാര്യ മൊയിലേര് നെഞ്ഞത്ത്. എന്നിട്ട് മൊയിലിയാരോട് ഈ ആചാര്യ ചോദിക്കണമെന്നറിയോ? അല്ല ഹമുക്ക് മൊയിലിയാരെ, കച്ചവടം ഉദ്ഘാടനം ചെയ്ത അന്ന് ഹമുക്ക് ഇത് ഓതി തന്നിരുന്നെങ്കിൽ ഈ കബറിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതിന്റെ പേരിൽ പെരുമട്ടിലും അടി കിട്ടേണ്ടി വരികയായിരുന്നോ? അതായത് സൂറത്ത് മുത്തഫിഫീൻ 83-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനമാണ്. ആ വചനത്ത് പറയുന്നതറിയോ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ മനുഷ്യരുടെ പടച്ചോന്റെ മുമ്പിൽ വരും. എന്തുകൊണ്ട് മുസ്ലിം കച്ചവടക്കാർ പടച്ചോന്റെ മുമ്പിൽ വരും എന്ന് പറയാത്ത? കച്ചവടം ചെയ്യുന്ന മനുഷ്യരാണ്. എല്ലാ മനുഷ്യരും കച്ചവടക്കാരൊക്കെ പടച്ചോന്റെ മുമ്പിൽ വരും. അന്ന് തട്ടിപ്പിനെ കുറിച്ച് പറയും. മുജാഹിദുകൾ എന്താ പറയുന്ന അറിയോ? സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ സമ്മേളനത്തിന് മാഷാഅല്ലാഹ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് സംഘാടകർ. നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പല കാര്യത്തിലും. നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരട്ടെ. ഞാൻ നിങ്ങളെ പുകയത്തുന്നില്ല. പക്ഷെ ഈ സംഘാടനം എല്ലാം വൈഭവത്തോടു കൂടി നടക്കണേ കുറച്ച് പൈസ വേണം, കരുത്തുറ്റ പൈസ വേണം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ബോക്സ് വരും. ഈ ബോക്സ് വരുമ്പോ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ അറിയോ? ആ ബോക്സും കൊണ്ടിരുന്ന സാധു ഇതിൽ എത്ര ഉണ്ട് എന്ന് ഓൻ അറിയില്ല. ഓന് വേഗം സ്റ്റേജിൽ കൊണ്ടു കൊടുക്കും. ഇവിടുന്ന് ആളുകൾ എണ്ണും. ഓലെടുക്കാനല്ല, എണ്ണീറ്റ് അപ്പുറത്തൊരു ചെറിയ കുത്തിരിക്കേണ്ടതാ മൈക്ക് ഓപ്പറേറ്റർ. ഓൻ പറയും 28,000 ആണെന്ന്. ഓന്റെ കയ്യിൽ കൊടുക്കും. മുമ്പര് പോക്കറ്റിൽ ഒരു റുപ്യ ഇടൂല. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ? നേരത്തെ ഒരു ഖുർആന്റെ വചനം പറഞ്ഞല്ലോ, അല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, ഉള്ളപ്പോഴും ഇല്ലാത്തവയും ചെലവഴിക്കുക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തുൻ, സ്വർഗ്ഗം, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം. ആ സ്വർഗത്തിലേക്ക് വരൂ. അതുകൊണ്ട് രഹസ്യമായും പരസ്യമായും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിഅൻഫുസിക്കും, ഖുർആനിലെ 3-ാം അധ്യായം 134-ാമത്തെ വചനം, ഖുർആനിലെ 35-ാം അധ്യായം 29-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 272-ാമത്തെ വചനം. 40 കൊല്ലം മുമ്പ് 10 റുപ്യ കൊടുത്തോല നമ്മൾ ഇപ്പോഴും കൊടുക്കണത് 10 റുപ്യ. പള്ളിയിലെ ഫണ്ടിലിടൽ എപ്പോഴാ 10 റുപ്യ. 600 റുപ്യന്റെ അയക്കുറ വാങ്ങിയ ആചാര് ലോഹറിന് പള്ളിയിൽ വന്നിട്ട് 6 റുപ്യ. 4000 റുപ്യന്റെ വാച്ച് കെട്ടിയ ആചാര് 50,000 റുപ്യന്റെ മൊബൈൽ വിൽക്കുന്ന ആചാര് ജീവിതത്തിലൊരിക്കലും പള്ളിയിൽ 500 റുപ്യ കൊടുത്തിട്ടില്ല. അപ്പൊ അള്ളാഹ് അത്രേ ഉള്ളൂ. മാർക്കറ്റ് പോയ 600 റുപ്യ കൊടുത്തിട്ട് ഓനെ പൈസക്കാരനാക്കി. പടച്ചോന്റെ മാർക്കത്ത് കൊടുത്തില്ല. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന, സൂറത്ത് തൗബ 9-ാം അധ്യായം 111-ാമത്തെ വചനം. സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗം പകരം തരും. നിങ്ങളെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്ത് കൊടുക്കുകയും.
ദൈവത്തിന് വേണ്ടി കൊടുക്കീൻ, മനുഷ്യരാശി ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കീൻ. നമ്മുടെ മുമ്പുള്ള വഴി അതാണ്. ബാല, എന്റെ ദൈവവും നിന്റെ ദൈവവും ഒന്നാടാന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ ഏകൻ. ഷെമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയിൽ ബൈബിൾ പറയാ ഷെമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഈശ്വരൻ ഏകനാണെന്ന് ഇസ്രായേൽ സമൂഹമേ അറിഞ്ഞാലും. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. ഏകം സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമദാ ഏകേവ. ദൈവം ഏകനാണ്, ഒരൊറ്റ ദൈവം ഒരൊറ്റ ജനത. അതാണ് നമ്മുടെ മുദ്രാവാക്യം. വർഷങ്ങൾക്ക് മുമ്പ് നവോത്ഥാന പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനം മുഴക്കിയ മുദ്രാവാക്യമാണ്. ഒരൊറ്റ ജനത, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത. ഇനി ഞാൻ പറയുന്നത്, ഈ ഖുർആൻ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളി മട്ടന്നൂര് ബസ് സ്റ്റാൻഡിൽ നടത്തി. യുക്തിവാദികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു അത്രേ. യുക്തിവാദികളെ എന്താ വെല്ലുവിളി? വർഗീയത. ഖുർആനിൽ ഒരൊറ്റ വാചകത്തിൽ വർഗീയത നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കുന്നതാണ് വെല്ലുവിളി. ഞാനത് ഇവിടെ ആവർത്തിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അന്യവിരോധം പഠിപ്പിക്കുന്ന ഒന്നും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താലല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ വാചകവും ഖുർആനിലില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. പശു ആരാധനയുടെ പേരിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? റിയാസ് ഖാന്റെ ഓർമ്മയില് ഒരു ഹിന്ദു പശുവിനെ ആരാധിച്ചു മുസ്ലിങ്ങൾ കൊന്ന ഒരു ചരിത്രം വായിച്ചിട്ടുണ്ടോ? സ്റ്റേജിൽ ഇരിക്കുന്ന ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഹൈന്ദവൻ പശുവിനെ ആരാധിച്ചു എന്ന് മുസ്ലിങ്ങൾ അവനെ കൊന്നിട്ടുണ്ടോ? അള്ളയാണ് ആരാധനക്കാർ എന്ന് പറഞ്ഞിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയി. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, റബ്ബിനെ മാത്രം ആരാധിച്ചു. എനിങ്ങ് കേൾക്കണോ? ഖുർആനിലെ മാത്രം അള്ളാനെ മാത്രമേ വിളിക്കാവൂ. അള്ളാനെ മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നവരുണ്ട് എന്നല്ല പറയാ. വൈദാ ദുഃഖിറല്ലാഹു, അള്ളാനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞാൽ, മാത്രം എന്ന പദം അത് ഉപയോഗിച്ച ദേഷ്യം പിടിക്കും മക്കയിലെ ആളുകൾക്ക്. അള്ളാഹ് ഖുർആനിൽ പറയാണ്. അപ്പൊ ഞാനിത് അങ്കടി മുഖറിൽ പറഞ്ഞു. അങ്കടി മുഖറിൽ ഞാൻ ഈ യാഥാർത്ഥ്യം പറഞ്ഞു. ഏത്? പ്രാർത്ഥന അള്ളാനോട് മാത്രം എന്ന് പറഞ്ഞാൽ സമസ്തക്കാർക്ക് ദേഷ്യം പിടിക്കും, മക്കയിലുള്ള മുശ്രിക്കുകൾക്കും ദേഷ്യം പിടിച്ചിരുന്നു. നിങ്ങൾ 2 കൂട്ടരും ആശയപരമായി ഒന്നാണ്. നാനാഭാഗത്തും എന്നെ ഫോണിൽ വിളിക്കല്, ഈ ചീത്ത പറയല്. നിങ്ങൾ നോക്ക്, ആഷിൻ നഈമി എഴുതിയ വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കാം. ഈ മാത്രത്തോട് അല്ലാഹ് പറയാൻ, അള്ളാഹുവിനെ പറ്റി മാത്രം എന്ന് പറഞ്ഞാൽ നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, നോമ്പ് അള്ളാഹ്ക്ക് മാത്രം, പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് ദേഷ്യം പിടിക്കും. അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. അടുത്ത വാചകം എന്താ അറിയോ? അതിലുള്ള അടുത്ത ഭാഗം അള്ളാന്റെ കൂടെ CM മടവൂരിനെ വിളിക്കാന്ന് പറഞ്ഞാൽ സന്തോഷാണ്, ഹാപ്പി ആവുന്നു. ഏപ്പിക്ക് ഹാപ്പി ആവുന്നു, ഏപ്പിക്ക് ഹാപ്പി ആവുന്നു, ഏപ്പിക്ക് ഹാപ്പി ആവുന്നു, ഏപ്പിക്ക് ഹാപ്പി ആവുന്നു. 14 നൂറ്റാണ്ടും അള്ളാഹ് പറയാണ്, കേരളത്തിലെ ഏപ്പികൾക്ക് ഹാപ്പി ആകണമെങ്കിൽ അള്ളാഹുന്ന് മാത്രം പറയരുത്. മാത്രം തന്നെ അവർക്ക് ചൂടാവുന്നു. ഏപ്പിക്ക് ചൂടായോ ഇല്ലേ? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാ പറയുന്നത്. അങ്ങനെ ചൂടായി. ഇതാ കേട്ടോളി, ആഷിൻ നഈമി എഴുതിയ പുസ്തകം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. ദേഷ്യം പിടിച്ചു കണ്ടോ? മാത്രം എന്ന് കേട്ടപ്പോ ദേഷ്യം പിടിച്ചുണ്ടോ? അത് ഇബ്ലീസിന്റെ വാദമാണ്. സത്യത്തിൽ ഇബ്ലീസ് പോലും നാണിച്ചു. കാരണം ഇബ്ലീസ് ഇങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല. ഇബ്ലീസിനെ തോൽപ്പിക്കുന്ന മൊയ്ലിയാര്. ഇനി സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, വലിയ ഖാദി, കോഴിക്കോട്, അദ്ദേഹത്തിന്റെ പരിഭാഷയാ. അതിലെന്താ ഉള്ളത്? ശരിക്ക് കേട്ടോളി എന്താ ഉള്ളത്. ശരിക്കും അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാൻ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. അടുത്ത വാചകം, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്സരി
313 ബദരീങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് നോർഡർ സിറ്റിയുടെ പ്രതിസന്ധികൾ നീങ്ങിയത് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് നമ്മൾ ഒരുപാട് സ്ഥലത്തിട്ടിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത് എംപിച്ചിക്കോയതങ്ങള്? പ്രാർത്ഥന ആരാധനയാണ്, അത് ആരാധനയുടെ മജ്ജയാണ്. സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ആ നോക്കൂ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാര് അൽ ഖൗലു സദീദ് ഫി റദ്ദി തൗഹീദ് എന്ന പുസ്തകത്തിൽ പറയുന്നത് എന്തറിയോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയാറില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന്. അപ്പൊ കാന്തപുരത്തല്ലോ മുസ്ലിം അല്ലേ? പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്നാ പറയുന്നത്. മുഹമ്മദ് നബിയോട് മരിച്ചുപോയ നബിയെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയെന്ന്. ചിന്തിക്കണം, എല്ലാരും ചിന്തിക്കണം, വളരെ ആലോചിക്കണം. അപ്പോ ഇതിലൊക്കെ എഴുതുന്ന അങ്ങനെയാണ്. അടുത്ത കാര്യം, ഇതിൽ നിന്ന് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. അവിടെ അവര് എഴുതി കൃത്യമായി രേഖപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഭാഗം ഞാൻ പറഞ്ഞു പോകാം. തൗഹീദുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ആ ഭാഗം നിങ്ങളെ പ്രത്യേകം കേൾപ്പിക്കുന്നത്. അതൊന്ന് നമുക്ക് കേൾക്കാം. അതിൽ അവര് പറയുന്നത്, ഇപ്പോ അംസക്കോയ ബാക്കവി മുന്നിയൂർ, അതിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? അതിൽ അദ്ദേഹം പറയുന്നത് മാത്രം എന്ന് ഇവിടെ ഇല്ല, മാത്രം നമ്മൾ ഉണ്ടാക്കിയതാണ്, മാത്രം എന്നില്ല. കീലത്ത് മുഹമ്മദ് മാഷല്ലേ, കീലത്ത് മുഹമ്മദ് മാഷ് പറയുന്നത് എന്താ അറിയോ? മൊറാർജിക്കൊരു മൂത്രവും വഹാബിക്കൊരു മാത്രവും. അല്ല ഖുർആനിൽ പറയുന്നത് എന്താ? 39-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ അല്ല ഖുർആനിൽ പറയുന്നത് എന്താ? മാത്രം എന്ന് കേട്ടാൽ സഹിക്കൂല ഒരു വിഭാഗം ആളുകൾക്ക്. സത്യത്തിൽ സമസ്തക്കാർക്ക് മാത്രം എന്നുള്ളത് സഹിക്കുന്നുണ്ടോ? അപ്പൊ നേരെ മറിച്ച് അള്ളാന്റെ കൂടെ മറ്റൊരാളെയും കൂടെ പറഞ്ഞാൽ അവർക്ക് സന്തോഷാകുന്നു എന്നല്ല പറയുന്നു. അപ്പൊ CM അടവൂരിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷാകുന്നുണ്ട്. ആ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടേ അറിയുക, മക്കാ മുശ്രിക്കുകളും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അറിയുക. അതൊന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നത് കേട്ടോളിട്ടോ. വഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ വൽ മസീഹ് ഇബ്നു മറിയം, സൂറത്ത് മാഇദയുടെ 22. എന്നാൽ അതിൽ അല്ലാഹ് പറയുന്നത് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. അല്ലാഹ് വിളിക്കണ സ്വർഗം അവന് കിട്ടൂല. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് ഫതദൂനനി ഇലൻ നാർ. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് ഫതദൂനനി ഇലൻ നാർ. അല്ലാത്തൊരു ഖുർആന്റെ വചന 40-ാം അധ്യായം സൂറത്ത് ഗാഫിർ 41-ാമത്തെ വചന. ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. തീർന്നില്ല. അവിടെ പറയുന്ന ഒരു പ്രധാന വാക്കെന്താ പറയുക? 28-ാം അധ്യായം സൂറത്ത് ഖസസിന്റെ 41-ൽ വജഅൽനാഹും അയിമ്മതൻ യദഊന ഇലൻ നാർ. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരുണ്ട് ലോകത്ത് നിന്ന്. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന, അതുകൊണ്ടാണ് ഞാനൊരു 17 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് വിളിക്കുന്ന സഖാഫികൾ എന്ന് ആ ടൈറ്റിൽ കൊടുത്ത വന്ന് മുജാഹിദികൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചു. ഞാൻ സൂറത്ത് ഖസസിലെ 41-ൽ നിന്നാണ് ആ ടൈറ്റിൽ സ്വീകരിച്ചത്. അള്ള പറയാണ് നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. ചെറിയ കാര്യമല്ല അത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു നബി മരിച്ചാൽ അള്ള കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വലിയന് അള്ള കഴിവ് കൊടുത്തിട്ടുണ്ടോ? 4 ഖുർആനിക വചനം ഞങ്ങൾ കേൾപ്പിക്കാം. 4 ഖുർആനിക വചനം ഗൗരവമായി നിങ്ങൾ കേട്ടോളി. ഖുർആന്റെ 17-ാം അധ്യായം 56-57 വചനം. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു ഖുർആനിക വചന. സൂറത്ത് ഇസ്രായിൽ 56-57 എന്താ പറയുന്നറിയോ? നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദൈവങ്ങളെന്ന് വാദിച്ച് നിങ്ങൾ വിളിക്കുന്ന ആ ആളുകളില്ലേ, അവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. ഒരു ഉപദ്രവം നീക്കുവാനോ ഒരു ഉപകാരം ചെയ്യുവാനോ അവർക്ക് സാധ്യമല്ല. നിങ്ങളുടെ നിലക്ക് മാറ്റം വരുത്താനുള്ള കഴിവ്, കേട്ടോളി, കഴിവ് അവർക്ക് കൊടുത്തിട്ടില്ല. കൊടുത്തു എന്നല്ല. ഇനി ഉസ്താദുമാരോട് നിങ്ങളെന്ന് ചെന്നിട്ട് 17-56 അർത്ഥം ഫലായംലികൂന, ഫലായംലികൂന, അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ല, അവർക്ക് കഴിവ് കൊടുത്തിട്ടില്ല. എന്തിന്? നിങ്ങളിൽ നിന്ന് ഉപകാരം, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനോ നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കാനോ ഉള്ള കഴിവ് ഈസാ നബിക്ക് കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ഉസൈറിന് കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. മറിയം ബീവിക്ക് കൊടുത്തിട്ടില്ല.
പിന്നല്ലേ മൊനമ്പത്ത് ബീവിക്ക്, പിന്നല്ലേ 3 വെട്ടുമജാറത്തിന്, പിന്നല്ലേ പൈതൽ ജാറത്തിന്, പിന്നല്ലേ നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള വരവൂർ ദർഗക്ക്. അല്ല പറയാണ് ഈസാ നബിക്ക് കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ക്രിസ്ത്യാനികളോട്. അടുത്ത വാചകം എന്തറിയോ? നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, മൊയ്തീൻ ഷേഖ്, റിഫായി ഷേഖ്, മമ്പർന്നങ്ങൾ, അജ്മീർ, മുത്തുപ്പെട്ട, നാഗൂർ, എക്സെട്ര എക്സെട്ര, ആ ആളുകളെ പറ്റി അല്ല എന്താ പറയണോ? ആ ആളുകൾ തന്നെ അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നവരാണ്. അവര് തന്നെ അള്ളാന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നവരാണ്. അവര് തന്നെ പടച്ചോനെ പേടിക്കുന്നവരാണ്. അവരുടെ അവസ്ഥ എന്തെന്നോർത്ത് കരയുന്നവരാണ്. അള്ള ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു തരിക. നഫ്സി നഫ്സി നഫ്സിയ എന്നവര് പറയും. എന്നിട്ടാ നമ്മൾ പറയണേ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. 39-ാം അധ്യായം 3-ാമത്തെ വചനം, 10-ാം അധ്യായം 18-ാമത്തെ വചനം. അവര് ഞങ്ങളുടെ ശുപാർശക്കാരാണ്. അടുത്ത വാചകം എന്താ അറിയോ? നമ്മൾ വല്ലാതെ യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫില്ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദഊന മിൻ ദൂനി മാ യംലികൂന മിൻ കിത്മീർ. ഈത്തപ്പഴല്ലേ, നമുക്ക് ബേക്കറി നോക്കിട്ട് ഈത്തപ്പഴം. അല്ല പറയാണ് ഈ മരിച്ചുപോയ ഒരു നബിയോ മരിച്ചുപോയൊരു വലിയോ ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും, ആ പാട, ഈത്തപ്പനക്കുരുവിന്റെ പാട, ഈത്തക്കുരുവിന്റെ ഇങ്ങനെ ചൊരന്റെ കിട്ടുന്ന പാട, ആ പാട പോലും അവർ അധീനപ്പെടുത്തിയിട്ടില്ല. അവരധീനപ്പെടുത്തിയിട്ടില്ല, അവര് കീഴ്പ്പെടുത്തിയിട്ടില്ല, കൊടുത്തിട്ടില്ല. വേറൊരു സ്ഥലത്ത് പറയുന്നത് എന്താ അറിയോ? 34-ാം അധ്യായം 22 കുല്ലിദു ഉല്ലദീന സംതും മിൻ ദൂനി ലാ യംലികൂന മിസ്കാല ദർറ ലാ യംലികൂന മിസ്കാല ദർറ. അടിവരയിട്ടോളി. 34-ാമത്തെ അധ്യായം സൂറത്ത് സബയിന്റെ 22 പറയുന്നത് അണുമണി തൂക്കാൻ കഴിവ്, ഒരു പൊടിക്ക് കഴിവ് ഒരു വലിയന് കൊടുത്തിട്ടില്ല. ഒരു അതായത് സൂര്യനും ചന്ദ്രനും പോട്ടെ, ഒരു മുട്ടുസൂചി നിയന്ത്രിക്കാൻ CM മടവൂരിന് അല്ല കഴിവ് കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് നാവും നീട്ടി ഓടി നടക്കുകയാണ് പച്ച പുരോഹിതന്മാര്. എന്തിന്? ഇവർക്കൊക്കെയാണ് അല്ല കഴിവ് കൊടുത്തത്. ഇനി ഒരു മതി നമുക്ക്. ഇപ്പൊ പറഞ്ഞു പറയുന്നത് എന്താ അറിയോ? സാക്ഷാൽ പടച്ചതമ്പുരാൻ കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാത്ത ഒന്നും ചെയ്യൂല എന്നാണ് ഞാൻ വിചാരിക്കണതെന്ന് പകരാക്ഷനി. വേറെ ഇവിടെ അൻവർ അബൂബക്കർ വായിച്ചപ്പോ ഞാൻ അങ്ങനെ ഒരു വീട്ടിലിരുന്ന് കേൾക്കുക. അതിലെന്തോ എഴുതിയത്, അതായത് ഒരു ഖുർആനിക വചനം ദുർവ്യാഖ്യാനിക്കുക. 35-ാം അധ്യായം ഓർക്കുകയാണ്. ആ വചനം ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല എന്നേ മനസ്സിലാക്കുന്നു. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 35-ാം അധ്യായം 28-ാമത്തെ വചനം. അത് വമിനൻ നാസി വദ്ദവാബി വല്ലൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. യഖ്ശല്ലാഹ അതിനെന്താക്കിയെന്നറിയോ? ഉലമാക്കളെ അല്ലാഹ് ഭയപ്പെടുന്നു. ഉലമാക്കളാണ് അള്ളാഹനെ ഭയപ്പെടുന്നതെന്നാണ് ആയത്ത്. ഉലമാക്കളാണ് അള്ളാഹനെ ഭയപ്പെടുന്നത്. അപ്പൊ മൊയ്ലിയന്മാർ എന്താക്കി? ഉലമാക്കളെ അല്ല ഭയപ്പെടുന്നു. ഇനി പറയൂ, അള്ളയാണോ മേലെ? അപ്പൊ മമ്പാട്ടുകാരൻ അവിടെ വന്നിട്ട് 250 കിലോമീറ്റർ നീളമുള്ള ഓന്റെ നാക്കുണ്ട്. ഓൻ പറയാണ് കാന്തപുരം സുന്നിക്ക് അല്ല എന്നാ വലുത്. ഞാൻ പറഞ്ഞ അല്ല, അള്ളാന്റെ മേലെ കാന്തപുരമാണ്, അള്ളാന്റെ മേലെ ഉലമാക്കളാണ്. നിങ്ങൾ എഴുതിയിട്ടുമുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ. അള്ളാഹു താല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യൂല എന്നാ കരുതുന്നെന്ന് പകരാശനി. അയാളൊന്ന് ജീവിച്ചിരിപ്പുണ്ട്, കാന്തപുരം ജീവിച്ചിരിപ്പുണ്ട്. കാന്തപുരം ഇന്ന് വരെ അയാൾ വിളിച്ചിട്ട് ഈ പറഞ്ഞു കുഫ്ര എന്ന് പറഞ്ഞില്ല. എന്തറിയോ? കാന്തപുരത്തിന് ഇടക്കൊക്കെ തോന്നാറുണ്ട് അല്ല എന്റെ തായാണ്. അതുകൊണ്ട് നേരെ മറിച്ച് നബിയോ മുഹമ്മദ് നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒരു വീട്ടിലേക്ക്, കല്യാണ വീട്ടിലേക്ക് നബി കയറി ചെന്നപ്പോ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആളാ നബി അറിഞ്ഞ്. നബി നിർത്തിക്കള, വേണ്ട വേണ്ട, അത് ശിർക്കിന്റെ വരിയാ പറഞ്ഞ്. അതാ വിനീതനായ ദാസൻ കാന്തപുരത്തിൽ പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ തന്നെ അല്ലേ പടച്ചോയെ, CM മടവൂരിന്റെ താഴെയല്ലേ മൂപ്പരെന്നെ പടച്ചോ എന്ന് പറഞ്ഞിരുന്ന. CM മടവൂര് പറഞ്ഞത്രേ അനല്ലാം, ഞാനാണല്ലാം. ഖുർആൻ വായിച്ചാൽ കിട്ടുന്നെന്തറിയോ? ഫക്കാല ആനറബുക്കും ലാലാന്ന് പറഞ്ഞ ആള് ഫിറൗൻ. ഫിറൗൻ അത് പറഞ്ഞ ലാലിമ്, CM മടവൂർ പറഞ്ഞ ആലിമ്. ആ ക്ലിപ്പൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഫിറൗൻ പറഞ്ഞ ലാലിമ്, അതായത് ഫിറൗനും CM മടവൂരും പരലോകത്ത്. ഫിറൗൻ അതാ നരകത്തിലേക്ക്, CM അതാ സ്വർഗത്തിലേക്ക്. ഫക്കാല അനറബുക്കുമലാലെന്ന് പറഞ്ഞ ഇന്ന ഈ നരകത്തില്, ഞാൻ തന്നെ ആ റബ്ബ് എന്ന് പറഞ്ഞ ഇവനെ ഈ സ്വർഗത്തിലോ. ഇരട്ട നീതിയോ പടച്ചോനെ? ചിന്തിക്ക്. ഫക്കാല അനറബുക്കുമലാലെന്ന് പറഞ്ഞ ഫിറൗൻ അല്ല വെള്ളത്തിൽ മുക്കിക്കൊന്നു, കുളുകുളു കുളുകുളു കുക്കുളു കുളുകുളു. അങ്ങനെ ചത്ത്, മരിച്ചെന്ന് പറയാൻ പറ്റില്ല, ചത്തു.
അങ്ങനെ മരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന സി എം മടവൂരും ഫിറൗനും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ചിന്തിക്ക്, നല്ലോണം ആലോചിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരാൾ വരില്ല സുഹൃത്തുക്കളെ. മുജാഹിദുകളെ പോലെ നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞു തരാൻ വരില്ല. ഇനി ഞങ്ങളോട് ചോദിക്കാൻ, വായു തന്നതാരാ? വെള്ളം തന്നതാരാ? കൈകാലുകൾ തന്നതാരാ? നമ്മളെ സൃഷ്ടിച്ചതാരാ? നമുക്ക് എല്ലാ നിയമത്തും തരുന്നത് ആരാ? അള്ളയാണ്. പക്ഷെ അബ്ദുസ്സമദ് സഖാഫി മർക്കസ് സഖാഫത്ത് സുന്നി എന്ന് പഠിച്ച് ബിരുദാനന്തര ബിരുദമെടുത്ത് കാന്തപുർ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത ആദർശവുമായിട്ട് ഒരു നാട്ടിൽ വന്ന് പ്രസംഗിക്കുമായിട്ട് പറയുന്നതറിയോ? ഈ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ ഖൈറുണ്ടോ, എന്തൊക്കെ നിയമത്തുണ്ടോ, അത് മുഴുവനും തന്നത് സി എം ആണ്. ശുദ്ധ കുഫ്ർ. അള്ള പറയണതോ വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ബിന്ന അദാബി ലശദീദ്. ഈ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ഞാനാ തന്നത്. അതിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ കൂട്ടിത്തരും. എന്നോട് നന്ദി കേട് കാണിച്ചാൽ ഞാൻ ശിക്ഷിക്കും. 14 അധ്യായം സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ വചനം. റബ്ബിക്കത് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി പറയാണ്, എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നത് പടച്ചോനെ നീയാണ്. അൻത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ. 12-ാം അധ്യായം 101-ാമത്തെ വചനം. ഇനി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സുലൈമാൻ നബി പറയുന്നത്, ഹാദാ മിൻ ഫളൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. പടച്ചോനെ ഈ അനുഗ്രഹമൊക്കെ തന്ന് നീയാ. എന്തിന്? ഞാൻ നന്ദിയുള്ളവനാണോ? നന്ദി കേട്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സി എം മടവൂരാണ് ഈ അനുഗ്രഹം ചെയ്തതെങ്കിൽ നന്ദി ആരോടാ കാണിക്കേണ്ടത്? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? സി എമ്മിനോടോ അള്ളഹാനോടോ? സമസ്ത വിശ്വാസ പ്രകാരം സി എം അള്ളയാണ്. ആ അള്ളാഹ്ക്ക് നന്ദി. നിങ്ങളെ മതം ഏതാ? അതുകൊണ്ടാണ് 20 കൊല്ലം മുമ്പ് കാസർഗോഡ് ഈ ഉള്ളവൻ വിഷയം പറഞ്ഞപ്പോ കാന്തപുരത്തിന്റെ മതം അന്ന് എന്നെ പണ്ഡിതന്മാരെ തീർത്തു. അന്നും ഇന്നും ഞാൻ ഒരേപോലെ വിശ്വസിക്കുന്ന ആകാശത്തിന്റെ ചുവട്ടിൽ കാന്തപുരത്തിന്റെ മതവിശ്വാസം ലോകത്തൊരു സമൂഹത്തിനും ഉണ്ടായിട്ടില്ല. ലോകത്ത് അബൂജഹലിനില്ല, ഫിറൗനില്ല, ഹാമാനില്ല. സത്യം, അബൂജഹലിനില്ല, അബൂലഹബിനില്ല. ലോകത്ത് ഒരു പിഴച്ച കക്ഷികൾക്കും ഇത്ര തീവ്രമായ നാശം വിശ്വാസരംഗത്ത് സംഭവിച്ചിട്ടേയില്ല. അതെന്തുകൊണ്ടറിയോ? നേരത്തെ അൻവർ അബൂബക്കർ ഇവിടെ ഒരു പുസ്തകം ധരിച്ചിരുന്നു, തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. 15, 16, 17 പേജ്. അതിലെന്താ പറയുന്ന അറിയോ? ഒരു മുസ്ലിമിന് ഖുർആൻ പഠിക്കൽ നിർബന്ധമല്ല, അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല. ഓതിൽ എന്നെ നിർബന്ധം ഫാത്തിഹ മാത്രമേ ഉള്ളൂ. അതും പ്രത്യേകമായ അർത്ഥം പഠിക്കേണ്ടതില്ല. ഖുർആനെ കുറിച്ച് നാം ബുർദാ ബൂസിരി എഴുതിയവര് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ബുർദാ ബൂസിരി അതിന്റെ 16-ാമത്തെ പേജിൽ എന്താ പറയുന്ന അറിയോ? ബുർദാ ബൂസിരി അർത്ഥമറിയാതെ പാരായണം ചെയ്യാൻ പാടില്ല. കാരണം അതിലെ പ്രാർത്ഥനയുടെ പൊരുളറിയാതെ പോകരുത്. അതുകൊണ്ട് ഇത് പഠിക്കണം. ഖുർആനിൽ എത്ര പ്രാർത്ഥനയുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാന്തപുരത്തിന്റെ മതം ഒരു പുതിയ മത. അക്ബർ ദീനിലാഹ് ഉണ്ടാക്കിയില്ലേ, അതിലും കുറച്ച് ദീനുണ്ടായിരുന്നു. ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. ഈ കറാമത്തുള്ള ഔലിയനോട് ചോദിച്ചൂടെ? ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതെന്താ? ഒരു നബി കറാമത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നേരിട്ട്. ഞാൻ ചോദിക്കട്ടെ, സി എമ്മയുടെ ഒരു ഫ്ലൈറ്റ് പിടിച്ച ചെങ്ങൾ കണ്ടുക്കോ? സി എമ്മയുടെ ഒരു ജീപ്പ് ചാടി ചെങ്ങൾ കണ്ടിട്ടുണ്ടോ? സി എമ്മയുടെ ഒരു ട്രെയിൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരിക എന്ന് വരിക. അപ്പൊ മുപ്പര് ഇപ്പുറത്ത് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്ത് മുപ്പര് കൊണ്ട് ഫുട്ബോൾ അടിച്ചതായിരുന്നു. ഇതൊക്കെ വില ഉലമാക്കൾ പറഞ്ഞു കൊടുക്കണത്. ഫ്ലൈറ്റ് പിടിച്ച് മറ്റേതാക്കി മറിച്ചതാക്കി. നിക്കട്ടെ, നമ്മൾ ശരിക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാം. ഈ സക്കരിയ നബി കേട്ടിട്ടുണ്ടോ? സൂറത്ത് മറിയം 19-ാം അധ്യായം. വലമ്മ കുംബിദു ആയിക റബ്ബി ശഖിയ. പടച്ചോനെ എന്റെ തലമുടി നരബാധിച്ച് കത്തി. പടച്ചോനെ എന്റെ തലമുടി നരബാധിച്ച് കത്തി. എന്റെ ഭാര്യ വന്ധ്യയാണ്, എന്റെ എല്ലുകൾ ദുർബലമായി, എനിക്ക് കുട്ടി ഉണ്ടാവൂല. ആമിനത്താത്ത 25 കൊല്ലം രാത്രി തഹജ്ജുദ് അബ്ദുസ്സമദ് സക്കാഫി പറയണ ആമിൻ താത്ത 25 കൊല്ലം തഹജ്ജുദ് ആനാഇല്ലൈലി സാജിദൻ വഖായിമ അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. 39-ലെ 10, 25-ലെ 65 രാത്രി മുഴുവൻ അവർ നിസ്കരിച്ചു. എന്നിട്ട് കുട്ടിനെ കിട്ടിയില്ല. അപ്പം ആമിൻ താത്ത മുറ്റത്ത് നിൽക്കുക. നിങ്ങൾ ശരിക്കും സങ്കല്പിക്കണം കേട്ടോ. ആമിൻ താത്ത വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ സി എം മടവൂർ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ സി എം മടവൂർ ആമിൻ താത്താനോട് ചോദിക്കാണ്, കുട്ടികളെ വേണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭാര്യ മുറ്റത്ത് നിൽക്കുമ്പോ ഞാൻ ചോദിക്കാണ് കുട്ടികളെ വേണോ? എന്റെ കണ്ണടിച്ച് നിങ്ങൾ പൊട്ടിച്ചാളുകയല്ലേ?
സി.എം. ഒരു ചോദിക്കാനുള്ള ആമിൻ താത്തനോട് കുട്ടികളെ വേണോന്ന്. അപ്പൊ ആമിൻത അള്ളാനെ വിട്ടിട്ട് പറഞ്ഞില്ല, 25 കൊല്ലം ചോദിച്ചിട്ട് റബ്ബ് തന്നില്ല, അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് തിരിയും. അതുവരെ മുഗ്മിനത്തായി ജീവിച്ച ആമിനത്താത്ത സി.എം. മടവൂരിനെ കൊണ്ട് സത്യ നിഷേധിയായി മതത്തിൽ നിന്ന് മുർത്തദ്ദായി പുറത്തേക്ക് പോയി എന്നാണ് അബ്ദുൽ സമദ് സഖാഫി പ്രസംഗിക്കുന്നത്. നേരെ മറിച്ച് സക്കരിയ നബി ഞങ്ങളെ പഠിപ്പിച്ചെന്തറിയോ? അതുകൊണ്ടാണ് ഖുർആൻ സ്വർഗത്തിലേക്കാ വിളിക്കുന്നത് ഞങ്ങൾ പറയാൻ കാരണം. സഖാഫിമാര് നരകത്തിലേക്കാ വിളിക്കുന്നത്. എനിക്ക് 100% ഉറപ്പാണ്, 100% ഒരു തെല്ലും എനിക്ക് സംശയമില്ല. ആ സക്കരിയ നബി മിഹ്റാബിൽ വരുമ്പോ മറിയം ബീവി, ഞാൻ അത് തന്നെ വിചാരിക്കത്, ഒരു പള്ളിയിലെ മിഹ്റാബിൽ ഒരു പെണ്ണ്, ഇന്നിപ്പോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സുന്നി പള്ളിയിൽ മിഹ്റാബിൽ ഒരു പെണ്ണ് എന്നാ ചൂരലുകൊണ്ട് പുറത്തടിയിട്ടൂലേ? സക്കരിയ നബി കാണുക, ഖുർആനിലെ 3-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വചന പറയുന്നത്. മിഹ്റാബിൽ വരും. അപ്പോഴൊക്കെ സീസൺ അല്ലാത്ത കാലത്ത്, ആപ്പിൾ ഉണ്ടാവാത്ത കാലത്ത്, വിട്ടുക്കാൽ ഉണ്ടാകാത്ത കാലത്ത്, മറ്റേ പല ഫ്രൂട്ടുകളും സിട്രസ് ഇല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ ഏത് ഫ്രൂട്ടാണോ അന്നത്തെ കാലത്തില്ല, ആ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ആകാശത്ത് നിന്ന് കിട്ടുകയാണ് മറിയം ബീവിക്ക്. ഇതൊരു വലിയ കറാമത്താ. നേരിട്ട് കാണുക. നമ്മളാരും സി.എം.ന്റെ കറാമത്ത് കണ്ടിട്ടില്ല. മൊയ്ലിയമാര് തട്ടിവിടുക എന്നല്ലാതെ നമ്മളാരും കണ്ടിട്ടില്ല. സക്കരിയ നബി മറിയം ബീവിയിൽ നിന്ന് കറാമത്ത് നേരിട്ട് കാണുക. അപ്പോ വഹാബിയായ, മുജാഹിദായ, സലഫിയായ, ഇസ്ലാഹിയായ സക്കരിയ നബി മറിയം ബീവിനോട് ചോദിക്കുക. മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കല്ല, സക്കരിയ നബി ചോദിക്കുക. അങ്ങനെ ചോദിച്ചതായി എവിടെയുള്ളത്? അള്ളാന്റെ ഖുർആനില് കേട്ടോളി. 36-ാം അധ്യായം 38-39 വചനം എന്താ ഉള്ളത്? അന്നാലക്കി ഹാദാ, മറിയമേ എനിക്ക് അത്ഭുതമുണ്ട് മറിയമേ, ഇക്കാലത്ത് ഈ ഫ്രൂട്ട് കിട്ടൂല നിനക്ക് ഉറപ്പാ. ഇത് മനുഷ്യ കഴിവിന് അതീതമാണ് മറിയമേ, അതും എനിക്ക് ഉറപ്പാ. മറിയമേ ഇത് നിനക്കെവിടുന്ന് കിട്ടി? നിന്റെ കഴിവാണെങ്കിൽ അത് പറ, നിന്റെ കഴിവല്ലെങ്കിൽ അത് പറ. കാരണം നിന്റെ കഴിവല്ലെങ്കിൽ, സീസൺ ഇല്ലാത്ത കാലത്ത് നിനക്ക് ഈ ഫ്രൂട്ട് തന്ന് റബ്ബാണെങ്കിൽ, എന്റെ ഭാര്യ വന്ധ്യയായിക്കോട്ടെ, എനിക്ക് കുട്ടിനെ കിട്ടുന്ന ഉറപ്പാ. അത് ചോദിക്കാനാ സക്കരിയ നബി കാത്തിക്കണത്. അതുകൊണ്ട് സക്കരിയ നബി മറിയം ബീവിനോട് ചോദിക്കാണ്, അന്നാലക്കി ഹാദാ. സമസ്തക്കാരുടെ വിശ്വാസപ്രകാരം മറിയം ബീവി എന്ത് പറയണം? ഞാനാരാ മോള്, ഇതൊക്കെ എന്റെ വകയാന്ന് പറഞ്ഞോ? അല്ല, വിനയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുജാഹിദത്തായിക്കൊണ്ട് ആ മറിയം ബീവി പറയാണ് അന്നാലക്കി ഹാദാ എന്ന് വെച്ചാൽ കാലത്ത്. മറിയം ബീവി പറഞ്ഞു, നിന്റെ റബ്ബ് തന്നതാണ്. ഇനി ഖുർആൻ കേട്ടോളിട്ടോ, 3-ാം അധ്യായം 38-39. ഹുനാലിക ദാ സക്കരിയ, ഹുനാലിക ദാ സക്കരിയ റബ്ബു. ശരിക്കും സമസ്തക്കാരനായിരുന്നു സക്കരിയ നബി എങ്കിൽ എന്താ എങ്ങനെയാ വരണ്ടേ? ഈ കറാമത്ത് മറിയമിന്റേതാണ്, കറാമത്ത് മറിയമിന്റെ കഴിവാണ്. അതുകൊണ്ട് ഹുനാലിക ദാ സക്കരിയ മറിയം, ഹുനാലിക ദാ സക്കരിയ മറിയം. മറിയം ബീവിയോട് ചോദിച്ചു. അങ്ങനല്ല, ഇനി നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി, മുന്തിയ കറാമത്ത് കാണിച്ചൊരു പെണ്ണ് അവിടെ നിൽക്കവേ പടച്ചോനോട് അത്ഭുതം കാണിക്കാൻ ചോദിച്ച സക്കരിയ നബി കറാമത്തിനെ നിഷേധിച്ചോ കറാമത്തിനെ അംഗീകരിച്ചോ? പറ. കറാമത്തിനെ അംഗീകരിച്ചു. പക്ഷേ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു, അതാണ് വിസ്ഡം. സക്കരിയ നബി വിസ്ഡത്തിന്റെ മെമ്പറായിരുന്നു. നാളെ ക്ലിപ്പാക്കണേ. സക്കരിയ നബി വിസ്ഡത്തിന്റെ ആദ്യത്തെ വിസ്ഡത്തിന്റെ നേതാവിൽപ്പെട്ട ഒരാളാണ് സക്കരിയ നബി. കാരണം വിസ്ഡം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാ. മറിയം ബീവിയിലൂടെ കറാമത്ത് കണ്ടപ്പോ സക്കരിയ നബിന്റെ ഡൗട്ട് എന്താ? ഇത് അള്ളാഹ് കൊടുത്തതാണോ അവരുടെ കഴിവാണോ? അതുകൊണ്ടാണ് എങ്ങനെ ചോദിച്ചത്? അന്നാലക്കി ഹാദാ, ഇതെവിടുന്ന് കിട്ടി? കാലത്ത് ഹോമില്ല എന്നുള്ളതോട് കൂടി തീർന്ന്. ഇനി ഇത് അള്ളാഹ് കൊടുത്തതാണെങ്കിൽ പിന്നെ മറിയം ബീവിനോട് ചോദിച്ചൊരു കാര്യം ഉണ്ടോ? അതുകൊണ്ട് മറിയം ബീവിനെ എല്ലാം ഒഴിവാക്കി. അതോടൊപ്പം കറാമത്തിനെ അംഗീകരിച്ചു. കറാമത്തുള്ളവരോട് ചോദിക്കുക, ഉണ്ടെങ്കിൽ ചോദിക്കുക. കറാമത്ത് അവർക്കില്ല, അവരിലൂടെ കറാമത്ത് പ്രകടിപ്പിക്കുക ചെയ്ത്, അവരിലൂടെ ഉള്ള കറാമത്ത് പ്രകടിപ്പിക്കുക ചെയ്ത്. ഇനി മൂജിദത്തിന്റെ കഥയോ? മുസാ നബിന്റെ കയ്യിൽ വടിയുണ്ട്, ചെങ്കടലിന്റെ അടുത്തെത്തി, ഫിറൗനും കൂട്ടരും പിടിക്കാറായി. ഒന്നാഞ്ഞോങ്ങിയാൽ അവരുടെ കഴുത്തിൽ പിടിക്കാം, പെരടിക്ക് പിടിക്കാം. അതുകൊണ്ടാണ് മൂസാ നബിയുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്ത് പറയുന്നത്? പിടിക്കപ്പെട്ടത് തന്നെ മൂസ, പിടിക്കപ്പെട്ടത് തന്നെ മൂസ, പിടിക്കപ്പെട്ടത് തന്നെ മൂസ. അപ്പൊ മൂസാ നബി എന്താ പറയണ്ടേ? ഒന്ന് പോടേക്കാവുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം എന്താ പറയണ്ടേ? മൂസാ നബി പറയും, ഒന്ന് പോടേക്കാവുന്നു. ഈ വടിയില്ലേ, ഇത് ഞാൻ വിചാരിച്ചിട്ട് ചെങ്കടലിൽ ഞാൻ അടിക്കും. അപ്പൊ ചെങ്കടൽ ഇങ്ങനെ കേട്ട് പിളരും, നമ്മളൊക്കെ അതിൽ കൂടെ നടന്നു പോകും, ഫിറൗൻ അതിൽ വരും. അപ്പൊ ചെങ്കടൽ ഇങ്ങനെ വന്നിട്ട് കുടു 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 കുടു. അങ്ങനെ അല്ല, മൂസാ നബി വഹാബിയായിരുന്നു, സമസ്തയായിരുന്നില്ല. മൂസാ നബി വിവരമുള്ള ആളായിരുന്നു, സമസ്തയായിരുന്നില്ല.
മൂസാ നബി വിഡ്ഢിയായിരുന്നില്ല, സമസ്തയായിരുന്നില്ല. മൂസാ നബിക്ക് വകതിരിവുണ്ടായിരുന്നു, മൂസാ നബി വിഡ്ഢിയായിരുന്നില്ല, സമസ്തക്കാരനായിരുന്നില്ല. മൂസാ നബി ഹറാമ് തിന്നിട്ടില്ല, ഹലാലി തിന്നിട്ടുള്ളൂ, സമസ്തയായിരുന്നില്ല. ചിന്തിക്ക്. മൂസാ നബി എന്താ പറഞ്ഞേ? മൂസാ നബി പറയാൻ, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും, എന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ബേജാറാകണ്ട, മൂസത്തിൽ ചോദിച്ചോടി എന്ന് മൂസാ അലൈഹിസ്സലാം പറഞ്ഞില്ല. ആ മൂസാ നബി പറഞ്ഞു, എന്റെ റബ്ബ്, എന്റെ പരിപാലകൻ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ഫഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തബീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനി. 31-ാം അധ്യായം 10-11. ഇതൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹയാണ്. ഹാദാ ഖൽഖുല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനി. അല്ലാഹുക്ക് പുറമെ മൊയ്തീൻ ശൈഖ് സൃഷ്ടിച്ച 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനം, 31-ാം അധ്യായം 10-11 വചനം. ഞങ്ങളുടെ വിശ്വാസം അതാ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇവിടുത്തെ സഹോദരിമാരോട്, നിങ്ങൾ ഏത് നബിയാണ് അംഗീകരിക്കുന്നത്? നിങ്ങൾ ഈ ദർഗ പോണ്ടല്ലോ, നിങ്ങൾ ഇവിടുത്തെ ദർഗ പോയിട്ട് ഇവർ കാണിക്കുന്ന അത്ഭുതത്തിൽ പെട്ടുപോകുന്നുണ്ടല്ലോ. ഈ അത്ഭുതം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടല്ല ഇസ്ലാം. അങ്ങനെയാണെങ്കിൽ മൂസാ നബിന്റെ വടി കണ്ടിട്ട് ഇസ്ലാം ആകണം. മൂസാ നബിന്റെ വടി കണ്ടിട്ടല്ല മജീഷ്യന്മാര് മുസ്ലിം ആയത്. അവർക്കറിയാം അവരുടെ വടി തട്ടിപ്പാ. മൂസാ നബിന്റെ ഒറിജിനലാണ്, അവർക്കറിയാം. എന്ന് മേജിക് ആണെങ്കിൽ ഞങ്ങളെക്കാൾ മിടുക്കനല്ല മൂസ. കാരണം മൂസാ നബി ജീവിച്ച കാലത്തൊന്നും മേജിക് പഠിച്ചിട്ടില്ല. പിന്നെ മാജിക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, സ്വയം പഠിക്കുന്നതല്ല. എന്താ തെളിവ്? എന്താ തെളിവ് പറ. ഇവരൊക്കെ വിവാദം ഉണ്ടായിട്ട് എന്താ തെളിവ്? മേജിക് ഒരിക്കലും ഒരാൾ സ്വയം പഠിക്കുന്നതല്ല, പഠിപ്പിക്കാതെ. എന്താ? അത് പഠിപ്പിക്കണം, അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാ. അതുകൊണ്ട് അവിടെ വന്ന സായിറന്മാരെല്ലാം ഗുരുക്കളിൽ നിന്ന് സീർ പഠിച്ചവരാ. അവരെ കൂട്ടത്തിൽ ശിഷ്യനായ ഒരിക്കൽ പോലും മൂസാ നബിനെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് കഴിവല്ല, ഇത് പടച്ചോൻ ഇടപെട്ടതാണ്. വടി നിലത്തിടുക എന്നുള്ള ആർക്കും കഴിയും. നോക്കിക്കേ, ഈ ടവ്വല് നിലത്തിടാൻ എനിക്ക് പറ്റൂലേ? പ്രാവാക്കാൻ പറ്റുമോ? കഴിയുന്നതേ അല്ല പറഞ്ഞിട്ടുള്ളൂ. വടി നിലത്തിട്ടോ. ഞാൻ ചോദിക്കട്ടെ, വടി നിലത്തിട്ട ഉഗ്ര സർപ്പമായി വിഴുങ്ങുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അവരെ പാമ്പിനെ കണ്ട മൂസാ നബി പുറകോട്ട് ഓടുവോ? മൂസാ നബി പേടിച്ചു എന്നാ ചിന്തിക്കുന്ന കൂടെ ദൃഷ്ടാന്തം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? ഈ ഖുർആൻ പഠിക്കാതെ പോയാൽ അല്ല പറയാണ്, സൂറത്ത് ജുമഅ 62-ാം അധ്യായം 5-ാമത്തെ വചനം, മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അല്ല പറയാണ്, ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെയാണ് പൂർവ്വവേദക്കാർ. അവർ പഠിച്ചില്ല, അതിന്റെ ഉള്ളിൽ എന്താന്ന് മനസ്സിലാക്കി. നിങ്ങൾക്കറിയോ, തല മറിച്ച് നിക്കാബ് ധരിച്ചിട്ടില്ലെങ്കിൽ തല മുണ്ടനം ചെയ്യണം എന്നാണ് ബൈബിളിലുള്ളത്. പക്ഷേ നമ്മുടെ കളമശ്ശേരിയിലെ പ്രിൻസിപ്പളിന് അത് മനസ്സിലായില്ല. തന്റെ തലയെ കിടക്കുന്ന തട്ടം മറ്റുള്ള കുട്ടിന്റെ തലയിൽ വരുമ്പോ പേടി. അപ്പൊ ഇങ്ങോട്ടോ, ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് 25, ഇഷ്ടമുള്ള മതം, ആ മതത്തിന്റെ ആചാരം. ആ മതത്തിന്റെ ആചാരം എന്ന് പറഞ്ഞാൽ പൂണൂല് ആ മതത്തിൻ്റെതാണെങ്കിൽ അത് മതമാണ്. അതുപോലെ സിഖുകാരൻ വെക്കുന്ന തലപ്പാവ്, അവന്റെ കയ്യിലെ ആയുധം ഒക്കെ അവന്റെ മതത്തിന്റെ ഭാഗമാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക. ഇവിടെ എല്ലാരും പറയണെന്നറിയോ, ഹൈന്ദവൻ ഓന്റെ ആചാരാകാം, ക്രിസ്ത്യാനിക്ക് ഓന്റെ ആചാരാകാം, ബംഗാളിക്ക് ഓന്റെ ആചാരാകാം, മുസ്ലിമിന് മാത്രം പറ്റൂല. ഇതാണ് ഇപ്പൊ കേരളം പറയുന്നത്, ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയോ, ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുർആൻ വായിച്ചങ്ങള്, ഭാസ്കര നിനക്ക് നിന്റെ മതം, നീ നിന്റെ മതം എന്നെ അടിച്ചേൽപ്പിക്കരുത്, എന്റെ മതം ഞാൻ നിന്നെ അടിച്ചേൽപ്പിക്കൂല. പക്ഷെ നമ്മുടെ ഭരണഘടന നിനക്ക് നിന്റെ മതം എന്നോട് പറയാൻ അവകാശം നൽകിയിട്ടുണ്ട്, എന്റെ മതം നിന്നോട് പറയാൻ അവകാശം നൽകിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. 2-ാം അധ്യായം 256-ാമത്തെ വചനം, അൻത തുക്രിഹുൻ നാസ് അൻ യകൂനു മുഅ്മിനീൻ. ഓ പ്രവാചക, അങ്ങ് മുസ്ലിമാകാൻ, മുഅ്മിനാകാൻ നിർബന്ധിക്കുകയോ? 10-ാം അധ്യായം 99-ാമത്തെ വചന. അപ്പൊ ഇസ്ലാമിൽ നിർബന്ധമല്ല, ഒരാളെയും നിർബന്ധിക്കൂല. പക്ഷേ ഇസ്ലാമിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരു മറുപടി പ്രസംഗം വന്നു വിചാരിക്കും, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ വിജയിച്ചു, അല്ലാഹി നമ്മൾ വിജയിച്ചു. എനിക്ക് ചരിത്രം പറഞ്ഞുതരാം. മുഹമ്മദ് നബി ഉക്കാലയിലും ദുൽമജാസിലും തൗഹീദ് പ്രസംഗിക്കും.
അപ്പുറത്ത് അബൂലഹബ് കാത്തുക്കും. നബി പ്രസംഗിച്ച് അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് അബൂലഹബ് മറുപടി പറയും. എന്നിട്ട് ഖുർആൻ അതിനെ പറ്റി പറയാണ്. ഏത് തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്ബില് തഫ്സീറിൽ ഇബ്നു ജരീർ തബ്രി ഒക്കെ പറയാണ്, ആ അതീവ സുമുഖനായ മനുഷ്യനാരാ? നാട്ടുകാർ അറിയാം അത് മുഹമ്മദിന്റെ എളാപ്പയാണ്. മുഹമ്മദിന് അപ്പൊ തന്നെ മറുപടി പറയുന്ന ആളാരാ? മുഹമ്മദ് നബി അള്ളാനെ മാത്രമേ വിളിക്കാവെന്ന് പറയൂ. മൂപ്പര് പറയും ഇബ്രാഹിം നബീനെ വിളിക്കാം, ഇസ്മായിൽ നബീനെ വിളിക്കാം, കൊടുത്ത കൈവന്ന്. അന്നത്തെ സമസ്തയുടെ നേതാവ് അബൂലഹബ് അവിടെ വെച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ബൈബിളിലുള്ള സത്യം, ഭഗവത്ഗീതയിലുള്ള സത്യം, ചതുർവേദത്തിലെ സത്യം പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ, മുഹൈമിനായ ഗ്രന്ഥം. അത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. സൂറത്ത് മുഹമ്മദ് 40-ാം അധ്യായം 24-ാമത്തെ വചനം. അവരുടെ ഹൃദയം മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കുകയോ? വല്ലാത്തൊരു ചോദ്യം. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന്റെ മാനസം. രാഘവൻ നായർ കവിതയാക്കിയത്. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന്റെ മനസ്സം. അതുകൊണ്ട് ആ വേദഗ്രന്ഥം പഠിക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. 60-ാം അധ്യായം 2-ാമത്തെ വചനം. നിങ്ങൾക്ക് മരണവും ജീവിതവും തന്ന് നല്ല പ്രവൃത്തി പ്രവർത്തിക്കാനാ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. 18-ാം അധ്യായം 7-ാമത്തെ വചനം. ഏറ്റവും നല്ല മനുഷ്യനാരാ നോക്കാൻ, അല്ലാതെ ബ്രാഹ്മണനാരാ, ക്ഷത്രിയനാരാ, കറുത്തവനാരാ, ഇടതാരാ, വലതാരാ എന്നൊന്നും നോക്കാനല്ല, നല്ല മനുഷ്യരാകാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഞാൻ അവസാനിപ്പിക്കാൻ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് എല്ലാ മര്യാദകളും അവനെ പഠിപ്പിച്ച്. ഭാര്യ ആരാണ്, ഭർത്താവ് ആരാണ്, മക്കൾ ആരാണ്, അവരെ വളർത്തേണ്ടത് എങ്ങനെയാണ്, അവർക്ക് മദ്രസാ വിദ്യാഭ്യാസം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അവർ നടക്കേണ്ടത് എങ്ങോട്ടാണ്, നോക്കേണ്ടത് എങ്ങോട്ടാണ്, നിൽക്കേണ്ടത് എവിടെയാണ്, അവർ മാതാപിതാക്കളെ നോക്കൂ. നിങ്ങൾ മാതാവിനോട് ചേർന്ന് പറയാൻ മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അയൽവാസിയുടെ നടയിലേക്ക് ഒരു മുസ്ലിമിന്റെ തേക്ക് ഇങ്ങനെ കിടക്കണുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ചെന്നു. അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു, ഇവിടെയുള്ള മരങ്ങള് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന്. വല്ലാഹി, അതിന് സാക്ഷി നിൽക്കുന്ന ഒരാൾ ഈ സദസ്സിലുണ്ട്. വല്ലാഹി, ഞാൻ അവരോട് മാപ്പ് ചോദിച്ചു. എനിക്കറിയുമായിരുന്നില്ല, ഈ സ്ഥലം ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്, ഇത് വേറൊരാളുടെ പേരുള്ളതാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നോക്കാൻ. എനിക്കറിയുമായിരുന്നില്ല ഈ മരം നിങ്ങൾക്ക് ഇത്ര ശല്യമുണ്ടാക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്കും കണ്ടാണ് അവരെന്നോട് പറയുന്നത്, സഹോദരാ, ഇന്ന് അത് മുറിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മടങ്ങിയത്. ഞാൻ പറയുന്നത്, ഇസ്ലാം മനുഷ്യനോട് പറയുന്നത്, അയൽവാസിക്ക് ഒരു മരം ഉപദ്രവമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കൊടുക്കണം, എത്ര ഫലം കായ്ക്കുന്ന വൃക്ഷമാണെങ്കിലും. കാരണം അയൽവാസി എന്നത് വളരെ അയൽവാസിയോട് 20 ബാധ്യത ഉണ്ടെന്നാ പറയുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇമാത്തുല്ലാതാനിത്തൊരു. നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഒരു പ്രകടനം നടത്തുന്നത്, ഞങ്ങളുടെ സമ്മേളനം ഉണ്ടല്ലോ കോഴിക്കോട് കടപ്പുറത്ത്. ആ സമ്മേളനത്തിൽ വന്ന ആളുകൾ കോഴിക്കോട് റോട്ടിൽ കയറിയാൽ 2 ദിവസം കഴിയും ആ റോഡ് ക്രോസ് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ആൾബലം കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കൊരു ബലമുണ്ട്, ആ ബലം വേറെ ആർക്കില്ല. അതേതാ ബലം? ദാ ഈ ഖുർആനിന്റെ വചനത്തിന്റെ ശക്തി, പ്രവാചക തിരുമേനിയുടെ വചനത്തിന്റെ ശക്തി. മുഹമ്മദ് നബീനെ വിട്ട് ഞങ്ങൾ കളിച്ചിട്ടില്ല. 59-ാം അധ്യായം 7-ാമത്തെ വചനം. നബി കൊണ്ടുവന്നത് സ്വീകരിക്ക്, നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം നടത്തിയിട്ടില്ല, ഇല്ലാന്ന് ഞാനല്ല പറയുന്നത്, സുന്നി അഫ്കാറാ പറയുന്നത്, സെൻസിംഗാ പറയുന്നത്, റിസാലയാ പറയുന്നത്, ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജന്മദിനം കൊണ്ടാടാറില്ല, ഞങ്ങൾ മറ്റു കാര്യങ്ങൾ കൊണ്ടാടാറില്ല, ബിദ്അത്തുകളായ ഒന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഖുർആൻ എന്ത് പറയുന്നു, സുന്നത്ത് എന്ത് പറയുന്നു. ഒരൊറ്റ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വൈൻഡപ്പ് ചെയ്യാം. തറക്തു ഫീക്കും അംറൈനി ലം തുദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ 10 മിനിറ്റിനുള്ളിൽ മുത്ത് ഹബീബുന ഷഫീയുന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. 2 കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അത് മക്കയും മദീനയുമല്ല. മക്കയിൽ എന്ത് നടക്കുന്നു, മദീനയിൽ എന്ത് നടക്കുന്നു എന്നല്ല, ഖുർആനും സുന്നത്തും വിട്ടേച്ചു പോകുന്നു. അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. തറത്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഞാൻ ഉറച്ചു പറയുന്നു, പ്രവാചകന്റെ ചര്യയിലേക്ക്,
അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങുക, സലഫ് സാലിഹുകളുടെ വഴിയിലേക്ക് മടങ്ങുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 115-ൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. അള്ളാഹു പഠിപ്പിച്ചതും റസൂല് കാണിച്ചതും സച്ചരിതരായ സ്വഹാബത്ത് പിൻപറ്റിയതും ആര് പിൻപറ്റുന്നുവോ അവർ സ്വർഗാവകാശികളാണ്, അവർ സ്വർഗത്തിൽ പോകുന്നതാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ദൗനി മാ തറക്തുകും മിന്നമാ ഖലഖം മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും മൻ അംബിയാഇഹിം വഇദാ നഹൈതുകും അൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതതും കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖീല വമൻ അബാ യാ റസൂലല്ലാഹ് വമൻ അതാഅനി ദഖലൽ ജന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്ത് പോകും, വിസമ്മതിച്ചവരൊഴികെ. എന്റെ ചര്യക്ക് പിന്തിരിഞ്ഞവർ അവരൊരിക്കലും സ്വർഗത്ത് പോവില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് സുന്നത്താണ്, ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന നരകത്ത് നിന്ന് മോചനമാണ്. നാളെ നരകത്തിൽ വന്നിട്ട് യൗമത്തു ഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാന റസൂല. 33-ാം അധ്യായം 66, 67, 68 എന്താ പറയണറിയോ? നരകത്തിൽ മുഖം കുത്തി കാല് മേലോട്ടാക്കി മനുഷ്യൻ നരകത്തിൽ എഴയും. അന്ന് അവൻ പറയുന്ന ഒരു വാചകമുണ്ട്. എന്താ വാചകം എന്നറിയോ? അത്ഭുതമാണ്. അവൻ പറയും, അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചാൽ മതിയായിരുന്നു. അടുത്ത വാചകം എന്താ അറിയോ? ഞങ്ങൾ അനുസരിച്ചത് സാദത്തന വ കുബ്റാഅന, സാദാത്യങ്ങൾ, വയലത്തൂർ സാദാത്യങ്ങൾ. അള്ളത് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു. സാദാത്യങ്ങളെയും കുബ്റായങ്ങളെയും തൊണ്ട തൊടാതെ മിണുങ്ങി. ഓല് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, കാന്തപുരം ചതിക്കൂല, കീലത്ത് ചതിക്കൂല, തങ്ങൾ ചതിക്കൂല, ജിഫ്രി തങ്ങൾ ചതിക്കൂ, ഓലേ ചതിക്കൂ. ചതിച്ചിട്ടുണ്ടെങ്കിൽ ഓലേ ചതിച്ചിട്ടുള്ളൂ. സഹോദര അറിയുക, സാദത്തനാ വ കുബ്റാഅന ഫഅളൂന സബീല റബ്ബന ആതിൽ ലൈഫൈന മിനൽ അദാബ്. പടച്ചോനെ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉലമാക്കൾ ഞങ്ങളെ വിട്ട് മാറി, അവരിതാ ഞങ്ങളെ വിട്ടുപോകുന്നു പരലോകത്ത്. സൂറത്ത് ബഖറ 165, 167, 168. സഹോദര പഠിക്കുക, മനസ്സിലാക്കുക. അടുത്ത ഡിസംബറിലോ ജനുവരിയിലോ ഒരു 3 ദിവസം എനിക്ക് നിങ്ങൾ തരിക. 3 ദിവസത്തെ വയല്, വെറും വയല്, പരലോകം. അത് മാത്രം. മുഹമ്മദ് നബി ആരാ? അത് മാത്രം. അള്ളാരാ? അത് മാത്രം. 3 ദിവസം നിങ്ങൾ തന്നാൽ ഈ തളിയിൽ ചരിത്രമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ല, ഞങ്ങൾ ഉദ്ധരിക്കുന്നത് മുഴുവനും ഖുർആൻ സുന്നത്താണ്. അവിടെ ജനങ്ങൾ ചിന്തിക്കും. കാരണം ഖുർആൻ കൊണ്ട് ചിന്തിച്ചിട്ടാണ് എല്ലാവരും മാറിയത്. അങ്ങനെ ഈ സ്ഥലത്തും മാറ്റമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം സംസാരിച്ചു. ഞങ്ങളൊക്കെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തു. ഈ സംസാരങ്ങളൊക്കെ കേട്ട നിങ്ങളോട് ആരോടും സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വെറുപ്പില്ല. മറിച്ച് അമ്മി കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മുത്താപ്പ. നരകത്തിൽ പോയി പോകും മുത്താപ്പ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കും മുത്താപ്പ. നമുക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളത്, ലോകത്തിനൊരു സൃഷ്ടാവേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് സൂര്യൻ, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് ചന്ദ്രൻ, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് നക്ഷത്രങ്ങൾ, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് പശു, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് മലക്കുകൾ, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് ജിന്നുകൾ, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് അമ്പിയാക്കൾ, ആ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് ഔലിയാക്കൾ. അതുകൊണ്ട് സൃഷ്ടികളിൽ ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. ഖുൽ ഇന്നമാ അദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ റസൂലേ, ഞാൻ എന്റെ റബ്ബിനോടെ പ്രാർത്ഥിക്കുള്ളൂ, ഞാൻ അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. 72-ാം അധ്യായം സൂറത്ത് ജിൻ 20-ാമത്തെ വചനമാണ്. ഈ സമ്മേളനം ഞാൻ വളരെ ധന്യനാണ്. എനിക്ക് അസുഖമുണ്ട്, ന്യൂമോണിയ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. കിടക്കണമെന്ന് പറഞ്ഞിട്ട് കിടക്കാതെ പോകുന്നതാണ്, അതൊരു ധിക്കാരമാണ്. പക്ഷേ ഒരുപാട് മാസമായിട്ട് ഈ പരിപാടി പല ഉരു അതുകൊണ്ട് തന്നെ വൈകിയപ്പോൾ വളരെ നന്നായി. മാസങ്ങൾ 3 മാസം മുമ്പ് തുടങ്ങിയതാണ് ഈ പരിപാടിയെ കുറിച്ച് ഇതിന്റെ ആള് ഗൾഫിൽ നിന്ന് വിളിക്കുന്നു. സാധുവിനെ ഞാൻ കണ്ട ഓർമ്മ പോലും എനിക്കില്ലാന്നാ തോന്നുന്നത്. പക്ഷേ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ധന്യരാണ്. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ വലിയ സന്തോഷം. ഒരു നാൽക്കവല, ആളുകൾ വരുന്നു, ഇരിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. നല്ല സംവിധാനം, നല്ല ഒരു മൈതാനം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു. നിലമെനയാന്നൊക്കെ തകൃതിയായ മഴയാണ്, അതിശക്തമായ മഴയാണ്. അള്ളാഹു ഇതൊക്കെ മാറ്റിത്തന്നു. ഇത് കേൾക്കാൻ തളിയിലുള്ള ആളുകൾക്ക് അള്ളാഹു സൗഭാഗ്യം നൽകി. സഹോദരങ്ങളെ, മനുഷ്യർ എന്ന നിലക്ക് ഞങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടാവും. ഓദ്യ വചനത്തിന്റെ
എന്തെങ്കിലുമൊക്കെ ലമീർ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും, ഫതഹ് കസ്റായിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇനി നാളെ അത് വന്നിട്ട് അരമണിക്കൂറായ്മ ചെലവഴിക്കാതെ ഞങ്ങൾ അവതരിപ്പിച്ച വിഷയത്തിന്റെ മൗലികതയിൽ നിങ്ങൾ സംസാരിക്കുമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് മറുപടിയായിട്ട് ഞങ്ങൾ വരും. ഇവിടെ മനുഷ്യർ കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോടും ക്രൈസ്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കയ്യിലുള്ള വേദെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ ഇസ്ലാം പറയുന്നതാണ് സത്യം. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലുണ്ട്, അതിലുള്ളാത്തതൊക്കെ ഇതിലുണ്ട്, അതിലുണ്ടായത് ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ മറച്ചു വെച്ചത് ഇതിൽ വെളിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രന്ഥം മുഹൈമിനാണ്, ഈ ഗ്രന്ഥം മാർഗദർശന ഗ്രന്ഥമാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്, ഇത് കിതാബാണ്, റബ്ബിൻ്റെതാണ്, ഇതിൽ സംശയമില്ല. സൂക്ഷ്മത പാലിക്കുന്ന സൂക്ഷ്മ ജീവിതം നയിക്കുന്നവർക്ക് അങ്ങനെ മദ്യത്തിനെതിരെ, പലിശക്കെതിരെ, മദ്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചു. 5-ാം അധ്യായം 90-ാമത്തെ വചനം ഇവിടെ ഹാരിസ് ഉദ്ധരിച്ചു. വിചാരത്തെക്കുറിച്ച് പറഞ്ഞു, പലിശയെക്കുറിച്ച് പറഞ്ഞു, ആധുനിക തിന്മയെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീ സമൂഹത്തിന്റെ അരാജകത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാം ഹാരിസ് ഇവിടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തെ വിപുലീകരിക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും കൂടുതൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, സഹോദരങ്ങളെ മുസ്ലിങ്ങളെ, ഒരു ദിവസം രാവിലെ 3 ആയത്ത്, 6 കൊല്ലം രാവിലെ 3 ആയത്ത് വീതം പഠിച്ചാൽ ഖുർആനിലെ കംപ്ലീറ്റ് അധ്യായം ഒരു പരിഭാഷ വെച്ച് പഠിച്ചാൽ കംപ്ലീറ്റ് മനപ്പാടാവും. വെറും 3 ആയത്ത് ഡെയിലി പഠിച്ചാൽ ഖുർആൻ കംപ്ലീറ്റ് നമുക്ക് മനപ്പാടമാക്കാം 6 കൊല്ലം കൊണ്ട്. 2025 പഠിച്ചാൽ 2031 ആകുമ്പോ തീർച്ചയായും ഖുർആനിലെ 30 ജുസ് 114 അധ്യായം നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് 3 ആയത്ത് രാവിലെയും 3 ആയത്ത് മഗ്‌രിബിനും വായിച്ചാൽ 3 കൊല്ലം കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റും. നിരന്തരമായി ഖുർആൻ ഓതുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട്? അതുകൊണ്ട് നിരന്തരമായി മാലപ്പാട്ടും കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും ഒക്കെ മാറ്റി വെച്ചിട്ട് റബ്ബിന്റെ കലാം, നാളെ ഖബറിൽ ചെന്ന ചോദ്യം എന്താ അറിയോ? ആരായിരുന്നു നിന്റെ ഇമാമ്? ഇമാം ഷാഫി എന്നല്ല പറയേണ്ടത്, ഇമാം ഖുർആനി, എൻ്റെ ഇമാം ഖുർആനായിരുന്നു. 33-ാം അധ്യായം 34-ാമത്തെ വചന. അതിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഖുർആനും ഹദീസും പാരായണം ചെയ്യുക. അതോർക്കുക. മേലെയുള്ള റൂമിൽ മകൾ ഖുർആൻ ഓതുന്നു, താഴെ ഇരുന്ന് ഹദീസ് ഓതുന്നു. താഴെ ഇരുന്ന് ബാപ്പ ഖുർആൻ ഓതുന്നു, മേലെ ഇരുന്ന് മകൾ ഹദീസ് ഓതുന്നു. ഇതാണ് ഒരു വിശ്വാസിയുടെ വീടെന്ന് സൂറത്ത് അഹ്സാബിലെ 34-ൽ അള്ളാഹു പറയുന്നു. അതുകൊണ്ട് ഖുർആൻ പഠിക്കുകയും സുന്നത്ത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമ്മേളനം സംഘടിപ്പിച്ചവർക്ക് അള്ളാഹു, ഈ തൃശ്ശൂർ മണ്ഡലം കമ്മിറ്റിക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ, ആഫിയത്തിനെ നൽകുമാറാകട്ടെ, അവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അവർക്ക് കൂടുതൽ പ്രചോദിതമായി പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് തൗഫീക്ക് നൽകുമാറാകട്ടെ, ഇസ്ലാമിക ദഅവത്ത് എല്ലാ മനുഷ്യർക്കും എത്തിക്കാനുള്ള അവസരമുണ്ടാകുമാറാകട്ടെ. ഇവിടെ തന്നെ നിങ്ങൾക്ക് പരിപാടി വെക്കാൻ പറ്റും. ഒരു മാനവ മൈത്രി സമ്മേളനം, അറിയപ്പെട്ടൊരു സന്യാസിയെയും അറിയപ്പെട്ടൊരു പള്ളിയിലച്ചനെയും ഇസ്ലാമിൽ നിന്നൊരു പ്രതിനിധിയെയും നിങ്ങൾക്ക് പങ്കെടുപ്പിച്ചാൽ ഇവിടെ വലിയൊരു മാനവ മൈത്രി സമ്മേളനം നടക്കും. 3 മതസമൂഹത്തിന്റെയും ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ 3 മതസമൂഹത്തിന്റെയും ആചാര്യന്മാർ വന്ന് ആ 3 മതസമൂഹത്തിന്റെയും വിലണ്ടന്മാർ ഒന്നിച്ചു നിന്ന് കസേര എടുത്തിട്ടും മേശയിട്ടും അങ്ങോട്ട് മടങ്ങിപ്പോണം. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആലുവ കടപ്പുറത്ത് ശ്രീനാരായണ ഗുരു വിളിച്ച വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന സമ്മേളനം ഏറ്റവും നടത്താൻ പറ്റിയ അനുയോജ്യമായ ഒരു നാടിതാണ്. ഇതിന്റെ തൊട്ടടുത്തൊക്കെ ഒരുപാട് ചർച്ചുണ്ട്, ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്. എനിക്ക് നിങ്ങളുടെ സന്തോഷ വാർത്തയായി ഉസ്താദെ, ജനുവരിയിൽ സന്യാസിയും പള്ളിയിലച്ചനുമുള്ള പരിപാടി ഞങ്ങൾ വെച്ചാൽ നിങ്ങൾ വരുമോ എന്ന ചോദ്യത്തിന് ഞാൻ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മനുഷ്യർ തമ്മിൽ അകന്നിരിക്കുന്നു, അവരൊക്കെ അടുപ്പിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്താണെന്ന് പറയാൻ, ഹിന്ദു മതം എന്താണെന്ന്, ക്രിസ്തു മതം എന്താണെന്ന്, ഇസ്ലാം എന്താണെന്ന് ഓരോ പണ്ഡിതന്മാരും അവതരിപ്പിക്കുകയും ജനങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്താൽ അകലം കുറയും, നമ്മൾ നന്നാകും, നമ്മുടെ മനസ്സൊന്നാകും, നമ്മൾ ഒന്നിച്ച് ജീവിക്കും. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും അങ്ങനെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാം. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ. ഖുർആന്റെ 41-ാം അധ്യായം 33, 34, 35 വചനമാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, നിന്റെ ശത്രു നിന്റെ മിത്രമായിത്തീരും. അതാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പദ്ധതി. ആ പദ്ധതി ആവിഷ്കരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.